ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു സാധനം പറയും, എൻ്റെ മക്കളത് പറയരുത് മടിയ ഫ്രണ്ട്സ്, ജന്മത്തിന് പറയരുത്. അതെവിടെ ചിരിക്കും, ഇത് സിനിമ പറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ അവളെ ഭയങ്കര ചിരി. ഇന്ന് പോയിട്ട് പറയുന്നുണ്ട് പറഞ്ഞൊക്കെ തെറ്റാണ്. അപ്പൊ ഗുണ്ടയുടെ കൽബിൽ ആഗ്രഹം ഉണ്ടോ നിങ്ങൾ? കൊക്കിൽ ഒതുങ്ങുന്നത് എന്താ പറയാ, കൊക്കിൽ ഒതുങ്ങുന്നത് കൊക്കിന്റെ വലിപ്പം കൂട്ടാലോ. ഞാൻ വലിയ കൊക്കുണ്ടാക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ എന്തായി, ഇന്റർനാഷണൽ കൊക്കായതിന്റെ എല്ലാവർക്കും തമ്പുരാൻ ബ്രെയിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എല്ലാവരും വളർന്നു വരുന്നില്ല? ഒരു കുട്ടിയെ പോലും പ്രസവിക്കാത്ത മദർ തെരേസ അമ്മയായി മാറി. ആ മദർ തെരേസ പറയുന്നു, ഇൻസ്റ്റോ ബ്ലേമിംഗ് ഡാർക്ക്നെസ് ലൈറ്റ് എ കാൻഡിൽ, നോളജ് ഈസ് ദ വെപ്പൺ ഓഫ് എ പോർ മാൻ. തോട്ട് പ്രോസസ് മാറണം, ലൈഫ് സ്റ്റൈൽ മാറണം. ഇത് ഞാൻ വളർന്നൊരു സ്ഥലമാണ്. ഇംഗ്ലീഷ് അറിയാതെ കോളേജിൽ നിന്നും ഞാൻ ക്ലാസ് കട്ടി പേടിച്ചിട്ട്. എന്നിട്ട് ഞാൻ വന്നിരുന്ന് ഒളിച്ചിരുന്ന സ്ഥലമാണത്. ആരും കാണാൻ പാടില്ല. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ആ ഓർമ്മ, ഒരു ഒന്നൊന്നര ഓർമ്മയിട്ടത്. കാരണം പാരൻസ് ആരും കൂടെ കാണാൻ പാടില്ല, എവിടെ പോയി ഇരിക്കുക. ആ ഇയർ ആലോചിക്കുന്നത് നിങ്ങൾ, അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നുമില്ല. 1983 83 പ്രീ ഡിഗ്രി പ്രൊഡക്റ്റാണ് ഞാൻ. അത് എത്ര വർഷങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, എത്ര വർഷങ്ങൾ മുമ്പോട്ട് വന്നിരുന്നത്. പേടിച്ചിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എൻ്റെ പുറകിലിരുന്ന് ഇംഗ്ലീഷ് അറിയാണ്ട് എൻ്റെ കണ്ണുനീര് വീണ സ്ഥലമാണ് അവിടെ. എൻ്റെ പുറകെ പറഞ്ഞ് ഞാൻ പറയാം ഓരോ കാര്യങ്ങൾ. അങ്ങനെ പിന്നെ ഫ്രണ്ട് ഭാഗമുണ്ട്, അവിടെയാണ് എൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. ന്യൂസ് പേപ്പറിൽ ഞാനിവിടെ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് എടുത്തിട്ട് എൻ്റെ വായന ആരംഭിച്ച സ്ഥലം കൂടിയാണ്. ഞാൻ ഒരുപാട് വർഷം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബുക്സ് എടുക്കാനും, ഇവിടുത്തെ ന്യൂസ് പേപ്പർ വീട്ടിൽ വാങ്ങിക്കാൻ പൈസ ഇല്ല, ഇവിടെ വന്നിരുന്ന് വായിക്കും. പിന്നെ ഫ്രണ്ട്സുമായി വന്നിരുന്നിട്ട് സംസാരിച്ചിരിക്കും. പിന്നെ കുറച്ച് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറവൊന്നും വേണ്ടല്ലോ, ആ കാലഘട്ടമല്ലേ, കോളേജ് കാലഘട്ടം. അപ്പോഴും ഇവിടെ ഇന്നെ വന്നിരുന്നു, വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. മാത്രമല്ല ഞാനിവിടെ ഒരുപാട് സ്പീച്ചുകൾ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടൗൺ ഹാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ വരുന്ന സ്ഥലമാണ്. വീണ്ടും ഇവിടെ തന്നെ തിരിച്ചു വന്നപ്പോൾ ആ ഒരു സന്തോഷം, ഇവിടെ ഇരിക്കുമ്പോൾ ഓർമ്മകൾ അത് വരില്ല ഓട്ടോമാറ്റിക്കലായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഞാനൊന്നൊരു സ്വപ്നം, എനിക്ക് സ്വപ്നമൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് എനിക്ക് എന്ത് സ്വപ്നം കാണാനാണ്? വളരെ എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞ്, ജനിച്ച് വീടെന്നൊക്കെ പറഞ്ഞാൽ ഒരു 3 റൂമുള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ, ചോർച്ച, നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. ഇനി കെടുക്കുന്ന റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിലേ 6 പേര് ഒരുമിച്ച് കിടക്കുക. അച്ഛൻ, അമ്മ, 4 മക്കൾ. ലിവിങ് മോർച്ചറി പോലെയാ എല്ലാവരും കിടക്കുക, ഒറ്റ റൂം. എനിക്കൊക്കെ ഞാൻ പറയാൻ കളിയാക്കി പറയാനുണ്ട്, 3 പായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം 3 കീഴുതാണ്. ഇപ്പം സ്റ്റെപ്പായിട്ടുണ്ടാവും. ബ്ലാങ്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്രൈസ്റ്റ് എഴുന്നേറ്റ് വലിയ ഉത്തരിച്ച് മറ്റേ കീറിയതാണ്, കൈയൊക്കെ പുള്ളിയോടെ വരാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊരു പ്രൊഡക്റ്റാണ് ഞാൻ. കഷ്ടപ്പാടിൻ്റെ കാലഘട്ടം അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ വൈഫ് ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ അവളെ കാണാൻ എങ്ങനെ സെലിബ്രിറ്റീസ് വരും, ഫിലിം സ്റ്റാർസ്, മോഡൽസ് വരും. അപ്പോൾ അവർ ഭയങ്കര ചർച്ചയാണ് എന്തിനെ കുറിച്ചിട്ട്, ഡിസൈനെ കുറിച്ചിട്ട്. ഫാഷൻ ഡിസൈനറാണ് ആൾ, ബ്രാൻഡാണ്. അപ്പോൾ ഇവർ പോകുമ്പോൾ ഞാൻ ചിരിക്കും. അപ്പോൾ ഒരു വൈഫ് ചോദിച്ചു, ചേട്ടൻ എന്താ ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ ഭംഗിയിൽ പറഞ്ഞു, നീ സംഭവം രഞ്ജു എന്ന പേര്, രഞ്ജു, നീ ഇപ്പോൾ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനറാണ്, സെലിബ്രിറ്റീസ് വരുന്നു. പക്ഷേ എൻ്റെ അമ്മയും ഒരു നല്ല ഡിസൈനറായിരുന്നു. അതെങ്ങനെ? അന്ന് ഞങ്ങൾക്ക് ഷോർട്സാണ്. അപ്പോൾ ഈ ബാക്കിലൊക്കെ കീറിയിട്ടേ ഈ തുണി വെച്ചടി കണ്ടോ നിങ്ങൾ, തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം പോലെയാണ്, പച്ച, മഞ്ഞ, ചുവപ്പ്. ഒരു ഭാഗത്ത് തിരുവമ്പാടി, മറ്റേ ഭാഗത്ത് പാറമേക്കാവിൽ. മനസ്സിലായി ഞങ്ങൾക്ക്? ഇതൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ വിളിക്കുന്നത് പോലും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ സ്നേഹമുള്ള ആ ഡിസൈൻ എന്ത് ഭംഗിയാണെന്നറിയാം. അപ്പം അമ്മയും ഒരു ഡിസൈനായിരുന്നൊരു അങ്ങനെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പം നമുക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. എന്ത് സ്വപ്നം? പഠിക്കാന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാലോ വലിയ സുഖമുള്ള കാര്യമൊന്നുമില്ല. എനിക്ക് പഠിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്തിനു പഠിക്കുന്നു? കാരണം പഠിക്കുന്നവർക്കാണ് ടെൻഷൻ. പഠിക്കണം, ക്ലാസ്സിൽ മുമ്പിലിരിക്കണം, എക്സാം എഴുതണം, നല്ല കുട്ടിയാവണം, ട്യൂഷന് പോകണം,
ആകെ ടെൻഷനാ മാനസികമായിട്ട്. നമുക്കൊന്നുമില്ല, അടി കിട്ടും, താങ്ക് യു. സത്യമല്ല, ഇമ്പോസിഷൻ. അത് പിള്ളേരോട് എഴുതിപ്പിക്കും, നമ്മൾ എഴുതില്ല. മിഠായി വാങ്ങിച്ചു കൊടുത്താൽ മതിയില്ല. എന്താ സുഖം ഈ പഠിക്കുന്നവരെ മാനസികാവസ്ഥ. നിങ്ങൾ കാലത്തും വായനർക്ക് പാവങ്ങൾക്ക് ട്യൂഷനാണ്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത് പഠിക്കാൻ നമുക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെ ഈ ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ കളി പരിപാടി കംപ്ലീറ്റ്, മറ്റ് ആക്ടിവിറ്റീസ് മുഴുവൻ ഉണ്ട് കേട്ടോ. ഇതിൽ മാത്രമല്ല, ഒരു ടീച്ചറാണ് പ്രശ്നം ഒപ്പിച്ചത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. റീത്ത ടീച്ചർ എൻ്റെ റോൾ മോഡൽ എൻ്റെ ലൈഫിൽ ആസ് എ ടീച്ചർ. 10ൽ പഠിക്കുമ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് ആദ്യമായി ക്ലാസ്സിൽ വരുന്നു, ബയോളജി എടുക്കുന്നു, എന്നിട്ട് ക്ലാസ് ടെസ്റ്റ് വയ്ക്കുന്നു, റിസൾട്ട് വരുന്നു. എനിക്ക് 50ൽ 9 മാർക്ക് കിട്ടി. എൻ്റെ ഹയസ്റ്റാണത്. കാരണം 10ാം ക്ലാസ് ഒന്ന് കൂട്ടണ്ടേ. ടീച്ചർ, ഞാൻ ബാക്ക് ബെഞ്ചിലാണ്. എൻ്റെ ബാക്ക് ബെഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് എൻ്റെ ജ്യേഷ്ഠൻ തോറ്റ് എൻ്റെ ഒപ്പായി. അങ്ങനെ ഒരു ബാക്ക് ബെഞ്ച് ഫാമിലി ബെഞ്ചായിരുന്നു. എനിക്ക് മനസ്സിലായ അവൻ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും, അങ്ങനെയായിരുന്നു. ടീച്ചർ എൻ്റെ അടുത്ത് വന്നു, എന്നെ നോക്കി. ആ രംഗമൊക്കെ ഭയങ്കര മറക്കാൻ പറ്റില്ല. എഡിസൺ എന്ന് പേര്, വലിയ സയൻറ്റിസ്റ്റിൻ്റെ പേരൊക്കെ ആണല്ലോ. എൻ്റെ 9 മാർക്കല്ലേ, ഹയസ്റ്റ് അച്ചീവ്മെൻറ്റ്. ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് കളയേണ്ട വല്ല ആവശ്യമില്ല. മോൻ ആരെയും പേര് കിട്ടേ? ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ. അപ്പം എന്ത് കണ്ടിട്ട്? അച്ഛൻ ചോദിക്കണോ? ഞങ്ങളുടെ അമ്മ ഇട്ടതല്ലല്ലോ. ടീച്ചർ എൻ്റെ മുഖത്തേക്ക് പറഞ്ഞേ, താൻ പഠിക്കില്ല അല്ലേ. അത് ഞാൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ KCS എന്ന് പറഞ്ഞ സംഘടന രൂപതാ പ്രസിഡൻ്റാണ്. അതിന് മുദ്രാവാക്യം വിശ്വാസം, പഠനം, പ്രവർത്തനം. വിശ്വാസം ഉണ്ട്, പ്രവർത്തനം ഉണ്ട്, എന്തില്ല പഠനം. രൂപതാ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന ലീഡറൊക്കെ ആയിരുന്നു. പിന്നെ സ്കൂൾ ലീഡർ. അപ്പോൾ പറയാം, മാതൃകാ വിദ്യാർത്ഥി. സ്കൂൾ ലീഡറാണ്, ക്ലാസ് ലീഡറാണ്, എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ട്. പറയാം, താൻ കഴിവുള്ളതാണുണ്ടോ? പഠിക്കില്ല അല്ലേ? അപ്പോൾ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. ആ ടീച്ചർ മുഖത്തേക്ക് ഒരു കാര്യം പറഞ്ഞു, അതാണ് മോട്ടിവേഷൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണം. ടീച്ചർ എന്താ പറഞ്ഞറിയാ? ഓ മോൻ വിഷമിക്കണ്ട, അടുത്ത എക്സാം നമുക്കത് 10 ആ മോനുള്ള വിളി ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടീച്ചറിന് അപ്പോഴാണ്. അതുവരെ വേറെ വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. പഠിക്കാത്തവരെ വിളിക്കുന്ന കുറേ നല്ല വാക്കുകളുണ്ട്. അയ്യപ്പോ ഇത് കേട്ട ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അതമ്മലും ടീച്ചേഴ്സ് നമ്മൾ പേരിട്ടുണ്ട്, ഓർമ്മയില്ലേ? ആ ടീച്ചർമാരെ പേരെന്ന് ഓർമ്മയുണ്ടാവില്ല, ഇത് ഓർമ്മയുണ്ടാവും. വേണ്ടത് പേരുകൾ അതമാര് നമ്മൾ വിളിക്കവര്. ഈ ടീച്ചറാണ് ആദ്യമായിട്ട് മോൻ ആ മോനിൽ വിളിയുണ്ടല്ല, ടച്ച് മൈ ഹാർട്ട്. അത് ഭയങ്കര ഫീൽ ചെയ്തെനിക്ക്. ടീച്ചർ വളരെ സ്നേഹപൂർവ്വം എന്നെ പറഞ്ഞു, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മോനെ, നീ പഠിക്കും. ആ ടീച്ചറുടെ ഒറ്റ ഇൻസ്പിറേഷനാണ് ഞാൻ പിന്നെ അന്നത്തെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുന്നതും സയൻസിൽ റെക്കോർഡ് ഉണ്ടാക്കുന്നതും എൻ്റെ സ്വപ്നം കംപ്ലീറ്റായി മാറി. ഒരു ടീച്ചർ വിചാരിച്ചാൽ ലൈഫാ മാറും. മനസ്സിലായി? ഞാൻ പറയാറുണ്ട്, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ പറയാറുണ്ട്, ചില ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുമ്പോൾ ക്ലാസ് ഇൻസ്പയർഡ് ആവും, ചിലർ വരുമ്പോൾ എക്സ്പയർഡ് ആവും. നമുക്ക് മനസ്സിലായി അതെന്താ അങ്ങനെ? അതങ്ങനെ പറയില്ലേ, ചില ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ ഹാപ്പി ആവും, ചിലർ പോകുമ്പോഴല്ലേ ഹാപ്പി ആവാം. അപ്പോൾ പോയി ചങ്ങാതി തലവേദന, അങ്ങനെ കുറേ ആൾക്കാരില്ലേ? നിങ്ങൾ ലീഡർമാരൊക്കെ അങ്ങനെയില്ലേ? ചില ലീഡേഴ്സ് വരുമ്പോൾ ദേ വന്നു കട്ടം. സത്യമല്ലേ? അത് ഒരു റിയാലിറ്റിയാണ്. ചില വരുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. ഞാൻ പാരൻസിനോട് പറയാറുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ, നമ്മൾ നല്ല പാരൻ്റ് ആണെങ്കിൽ എന്താ പ്രത്യേകത അറിയാം കവിത മേഡം? നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരണം, അച്ഛ അമ്മേ. ഇത് ഓടി പോകണം, ദേവ എൻ്റെ അച്ഛൻ, ഇതെൻ്റെ അച്ഛനാ, ഇതെന്തമ്മയാന്ന്. നമ്മളൊരു പിള്ളേർ ഓടി പോകുന്നത് പേടിച്ചിട്ട്. പിന്നെ നിങ്ങൾ ഉപദേശിച്ച് അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ട് തോന്നുന്നുണ്ടായില്ല. ശരിക്കും നമ്മൾ നല്ല പാരൻ്റാണ്, തെളിവ് അതാണ്. നമ്മളെ കാണാൻ വേണ്ടി ഒരു വിഷമം ഉണ്ടാവണം. നമ്മൾ ആ അറ്റാച്ച്മെന്റ് എത്ര പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്? നമുക്കതിനൊന്നും സമയമില്ലല്ലോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ലൈഫിൽ നിന്ന് കൂടുതൽ പറയും ഇങ്ങനെ സോക്കൾക്ക് വരുമ്പോൾ. ഇത് കോർപ്പറേറ്റ് ട്രെയിനിങ് അല്ലല്ലോ. ഈ ടീച്ചർ ഇൻസ്പിറേഷൻ കയറി ഞാൻ പിന്നെ SLC ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ആകെ ഭയങ്കര താരായി. ചേട്ടനും പാസ്സായി എൻ്റെ മോട്ടിവേഷനിൽ. അങ്ങനെ സ്വപ്നം ഡോക്ടറാവണം. അമ്മോ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ടീച്ചർ ഉണ്ടാക്കിയ സ്വപ്നം മിണ്ടാണ്ടിങ്ങനെ ആളായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ കോളേജിൽ ചേർന്നു, പ്രശസ്തമായ കോളേജ് ചെല്ലുന്നു. ക്ലാസ്സിൽ എഡിസൺ ആണുള്ള. അപ്പോൾ ഫ്രണ്ട് കൊണ്ടിരുത്തിക്കുക. നമ്മൾ റെഡിയാക്കാൻ പഠിപ്പിച്ച ഫ്രണ്ടിലാണല്ലോ. ഞാൻ മുമ്പിലിരുന്നു, ആദ്യമായി മുമ്പിലിരിക്കുന്നു.
പക്ഷെ ആദ്യത്തെ അവറിൽ എൻ്റെ സ്വപ്നം തെറിച്ച് പോയിട്ടു. ഫിസിക്സ് ക്ലാസ് കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ. നമുക്കൊരു സെന്റൻസ് മനസ്സിലാവണ്ടേ? കോമൺ ബാലൻസും പറഞ്ഞ് എൻ്റെ ബാലൻസും പോയി. രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു കെമിസ്ട്രി. എനിക്ക് കെമിസ്ട്രി ആകെ മനസ്സിലായത് എന്തായിരുന്നു ക്ലാസ്സിൽ? ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അതവർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്കൊന്നും മനസ്സിലാവണില്ല. മൂന്നാമത്തെ പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ആള് വന്നിട്ട് അന്നാണ് ജെയിംസ് ബോണ്ട് ഇംഗ്ലീഷ് ഞാൻ കേട്ടത്. ആള് വന്നിട്ട് ഡിയർ സ്റ്റുഡൻസ് ഇടിപെടുന്ന മാതിരി ഇംഗ്ലീഷ്. Well, I'm going to teach you English in a different way. I'm sure you'll follow me well. Don't worry, I can help you a lot, my guys. അപ്പൊ എനിക്ക് എൻ്റെ ടീച്ചർമാർ അറിവ് വന്നു. യു കമ്മുട് മാറ വെരി ഗുഡ് ജമ്പട് ഓവർന്നവാള് ജമ്പട് വാക്കിട് ആസ്കിട് കിട്ടിയിരുന്നത് പുരുഷ വെടിക്കട്ട കിടുകിട്. പിന്നെ ആകെ ഒരു ഗ്രാമർ അറിയാം, നോട്ട് ഓൺലി ബട്ട് ആൾസോ. അല്ലോ അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ, ഓട്ടോണി പിള്ളേർസ് പറയില്ലേ. പിന്നെ ലീവ് ലെറ്റർ ഓർമ്മ അമ്മോ ഫീവർ ആൻഡ് ഹെഡ് ഏക്ക്, വേറെ അസുഖമൊന്നും വരില്ല, ഫീവർ ആൻഡ് ഹെഡ് ഏക്ക് എല്ലാ വർഷവും. സത്യമല്ലത്. എന്തോരം നമ്മൾ ഫീവർ ഹെഡ് ഏക്ക് എഴുതിയ ആൾക്കാരാ. ഇതും കൊണ്ടിട്ട് കോളേജിൽ പോയി അവിടെ വേറെ ഇംഗ്ലീഷാണ്. പിന്നെ ഈ പ്രൊഫസറും ഇംഗ്ലീഷിൽ ഭയങ്കര വിറ്റുകൾ പറയും. ഹി വാസ് ക്രാക്കിംഗ് ജോക്സ്. വിറ്റുകൾ പറയുമ്പോൾ എൻ്റെ അപ്പുറത്തത് ഇംഗ്ലീഷ് പഠിക്കും പിള്ളേരാ, ഇവര് ഭയങ്കര ചിരി. ഞാൻ ബുദ്ധനായി ഇങ്ങനെ നിന്നിട്ട് എന്തത് എനിക്കാണെങ്കിൽ ഞാനൊക്കെ വളരെ വെളുത്ത എൻ്റെ സ്വപ്നൊക്കെ എവിടെ പോയി ഡോക്ടറിന് അവിടെ പുറത്തു പോയാൽ മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ പെട്ടൊരു നിമിഷം അത്. ഇവര് ചിരിക്കുക, ഞാൻ നിങ്ങൾ നോക്കിയിരിക്കുക. അവസാനം എല്ലാവരും എന്നെ നോക്കുക. പിന്നെ മലയാളം മീഡിയക്കാരനായതുകൊണ്ടൊരു കോമൺ സെൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ ചിരിക്കുമ്പോൾ ഞാനും പതുക്കെ ചിരിച്ചു. ഞാൻ ഉറക്കെ ചിരിച്ചില്ല, കാരണം ഇവർ എപ്പോഴും നിർത്താന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഫ്രണ്ട്സിൽ ശ്രീനിവാസന്റെ അവസ്ഥയായിരുന്നു ഞാൻ. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ 2 ആഴ്ച ക്ലാസ്സിൽ തികച്ചങ്ങനെ ഇരുന്നു, പിടിച്ചിരുന്നു. പിന്നെ 2 വർഷം ഞാൻ പുറത്തിരുന്നു. അതിൽ കൂടുതൽ ഇവിടെ ഇരുന്നത്. അത് രസമല്ല. എനിക്കൊരു സംഭവം ഉണ്ടായി. എനിക്ക് ഗ്രാമർ ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ആ ഗ്രാമർ ബുക്ക് ഞാൻ പകുതി വിലയ്ക്ക് വിറ്റു, ക്യാൻറ്റീനിൽ വെച്ചിട്ട്. അതിൻ്റെ 2 പരിപ്പൊടിയും ചായയും കഴിച്ചു, ഹാപ്പിയായി. ഞാൻ ഇടയ്ക്ക് എൻ്റെ കോളേജിൽ ടോക്കിന് പോകും. എല്ലാ വർഷവും ടോക്കിന് കുട്ടി മോട്ടിവേഷൻ. അപ്പോൾ പറയും എനിക്ക് ആ ക്യാൻറ്റീനിൽ പോകണമെന്ന് പറയും, പഴയ ഓർമ്മ ഓർക്കാൻ വേണ്ടിയിട്ട്. കാരണം ഗ്രാമർ ബുക്ക് വിറ്റ മനുഷ്യന് ഞാൻ. എനിക്കിതിൻ്റെ വില മനസ്സിലായില്ല. വീട്ടുകാരാണെങ്കിൽ സ്വപ്നം കണ്ടിരിക്കുക ഡോക്ടറാകാൻ വരുന്നത്. എവിടെ അതങ്ങനെ പോയി. അപ്പം ഞാനും തോറ്റു, ചേട്ടനും തോറ്റു, ചേച്ചി പിന്നെ നേരത്തെ തോറ്റിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഫാമിലി നല്ല പാരമ്പര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഇത് കേൾക്കണോ, ഇത് ഉണ്ടായ ലൈഫ് പറഞ്ഞാൽ അങ്ങനെ വീട്ടുവട്ടമേ സമ്മേളനം എന്നറിയാം. സമ്മേളനം എത്രയേ ഉള്ളൂ. വാട്ട്സ് നെക്സ്റ്റ്, എന്താണ് മക്കളടുത്ത പരിപാടി? ഫാദറും മദറും എല്ലാവരും ഉണ്ട്. ആ മദർ പറഞ്ഞേ, എൻ്റെ നാട് നിങ്ങൾക്കറിയാം, ചെവൂരെന്നറിയാം, ഫർണിച്ചർ സ്ഥലം. എൻ്റെ അമ്മ പറഞ്ഞേ, നിങ്ങൾ മരപ്പണിക്ക് പോക്കോ, ആശേരി പണിക്ക്. എൻ്റെ അമ്മയുടെ ആഗ്രഹം നടന്നിട്ടുണ്ടല്ല, ഞാൻ ഇന്ന് ഇൻ്റർനാഷണൽ ആശേരിന് മൂത്ത ആശേരി അങ്ങനെയും പറയാമല്ലോ. പക്ഷെ ഞാൻ മനുഷ്യൻ്റെ ആശേരിയായി മാറി. അത് വേറെ ഈനോ. ഞാനിത് ചിരിക്കാറുണ്ട്. അമ്മയുടെ വലിയ ആഗ്രഹം തന്നെ ആശേരിയാക്കണമെന്ന്. ചേട്ടനെ വിട്ടു. ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ കിറ്റൊക്കെ ഇരിക്കും, ഉള്ളി കൊട്ടിടിയൊക്കെ. തോറ്റൂല. അപ്പം അമ്മ പറഞ്ഞു, നീ അവൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ. ഇത് ചിന്തൂരൂരാണ്. ഞാൻ പറഞ്ഞു നടക്കില്ല. അത് നടക്കില്ല. ഞാൻ പറയുന്നത് എനിക്ക് പഠിക്കണം. അപ്പം നീ പഠിക്കാൻ ക്ലാസ്സിൽ പോയില്ലല്ലോ. അല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ആകെ ആക്കും തിരക്കായി. ഇതിനിടയ്ക്ക് ചേട്ടൻ റെഡിയായി. അവന് വേണമെങ്കിൽ വന്നു, നീ എന്തിനാ എറിച്ചും പൊറോട്ടയും കഴിക്കാതെ. അതാണ് അവൻ്റെ ആവശ്യം. ഞാൻ പറഞ്ഞു എന്നെ കിട്ടില്ല. പറഞ്ഞു പഠിക്കുന്ന സമയത്ത് ആദ്യം ആ വിവരം ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷിൽ വിവരം ഉണ്ടല്ലോ. ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു സാധനം പറയും. എൻ്റെ മക്കളത് പറയരുത് മടിയ ഫ്രണ്ട്സ്. ഈ പാവപ്പെട്ടവരിൽ സ്ഥിരം ഡയലോഗ് ഉണ്ട്, ജന്മത്തിന് പറയരുത്. എന്താണെന്നറിയാം, മോനെ നമ്മളൊക്കെ പാവങ്ങളാ. മാമിസമുക്കി ഓർമ്മ വെച്ച നാള് മുതൽ അമ്മയുടെ മന്ത്രമായിരുന്നു എന്ത്? നമ്മളൊക്കെ പാവങ്ങളാ. മിണ്ടി പോകാൻ പാടില്ല. അതെവിടെ ചിരിക്കുന്നു. ഇതേ സ്ഥിരം പറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ അവിടെ ഭയങ്കര ചിരി. മേഡം ഇന്ന് പോയിട്ട് പറയുന്നുണ്ട്, പറഞ്ഞൊക്കെ തെറ്റാണ്. എന്നോട് അമ്മ എപ്പോഴും പറയും, നീ വലിയ ആൾക്കാരെ പിള്ളേരെ കൂട്ടുകൂടരുത്, അവർ വീട്ടിൽ പോരുത്. നമ്മളൊക്കെ കാരണം ഇവിടെ ബന്ധുക്കൾ പാവങ്ങളാ, അവരോട് പോയാൽ മതി. എന്തൊരു തെറ്റെന്നറിയാം. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ജോലിക്ക് പോയില്ല പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ നമ്മളൊക്കെ പാവങ്ങളാ. അവിടെ വെച്ചിട്ടാണ് ഞാനൊരു ഗംഭീരമായ സ്നേഹപൂർവ്വം അമ്മയുടെ മോത്തിയെ പറഞ്ഞു, അമ്മേ തെറ്റിദ്ധരിക്കരുത്, ഞാനല്ല നിങ്ങളാണ് പാവങ്ങൾ. ഞാനെങ്ങനെ പാവങ്ങളാവണം?
ഞാൻ നോക്കുമ്പോൾ ഫാദർ പാവപ്പെട്ടവൻ, അപ്പാപ്പൻ പേര് കേട്ട പാവപ്പെട്ടവൻ, മുത്തപ്പാപ്പൻ ബ്രാൻഡഡ് പാവപ്പെട്ടവൻ. എന്തൊരു പാരമ്പര്യ ദാരിദ്ര്യായി. ഞാൻ നോക്കുമ്പോഴൊക്കെ ദാരിദ്ര്യ. ഫാദർ അറിവിൻ്റെ ഭണ്ഡാരത്തൊന്നുമില്ല. സത്യം. എൻ്റെ ഫാദർ പറഞ്ഞു, നല്ല മനുഷ്യൻ, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യൻ എൻ്റെ ഫാദർ. അത് പറയുന്നത്, മോനെ നമുക്കൊരുപാട് കടങ്ങളുണ്ട്, നമുക്കല്ല നിങ്ങൾക്ക്. ഞാൻ ചോദിച്ചു, എന്നെ പ്രസവിച്ച് ലോൺ എടുത്തിട്ടൊന്നുമല്ലല്ലോ. ഡെലിവറി ലോൺ ഏത് 2 ലക്ഷം ദേ പ്രസവിക്കാൻ പോണു. ഞാൻ പറഞ്ഞ സ്നേഹം പറഞ്ഞു. അപ്പൊ അത് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവരാ, ഞാനാണ് കടണ്ടാക്കിയത്. എന്നിട്ട് എൻ്റെ മേലേക്ക് നമുക്ക് കടം തന്നു. സൗകര്യം പറഞ്ഞു. സത്യമല്ല, ഞാനവിടെ കടണ്ടാക്കി. ഞാൻ്റെ ജീവിതം ആരംഭിക്കണമല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ നിലയ്ക്ക് പോയി ഞാനും പാവട്ടപ്പനാവും, എൻ്റെ മക്കളും. പിന്നെ അപ്പൊ ഈ ഞാൻ അനുഭവിച്ച് കംപ്ലീറ്റ് ആരനുഭവിക്കും? മക്കള്. സൗകര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പിടുത്തം പിടിച്ചു. അപ്പൊ അമ്മ പറഞ്ഞ്, നീ പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണിക്ക് എടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ചലഞ്ച് ചെയ്തു, പട്ടിണി കിട്ടാതെ ഞാൻ റേബിളിന്റെ സ്പെക്സ് വയ്ക്കുന്നു പറഞ്ഞു. അങ്ങനെ പറ്റില്ല, പഠിക്കാൻ എനിക്ക് പഠിക്കണം. അതെൻ്റെ ഒരു വാശിയായിരുന്നു. ഞാൻ എങ്ങനെ പഠിക്കാൻ തയ്യാറായിരുന്നു. യെസ്, ഫാദർ അവസാനം പറഞ്ഞു, എന്നാൽ അവൻ പഠിച്ചോട്ടെ. ഇംഗ്ലീഷ് പഠിക്കാൻ അന്നാണ് തീരുമാനിക്കുന്നത്. കാരണം ഇംഗ്ലീഷ് പഠിച്ചിട്ട് വേണം വീണ്ടും എന്ത് പഠിക്കാൻ? സയൻസ്. ഡോക്ടറാവണ്ടേ? ആ ഇംഗ്ലീഷ് പഠിച്ചോണ്ട് പിന്നെ അത് ഭ്രാന്തായിരിക്കും. ഐ ഫെൽ ഇൻ ലവ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. സയൻസ് ഒക്കെ ഇത് പോയി. പിന്നെ നാവിടുത്ത് ഇംഗ്ലീഷാ പറയുള്ളൂ. അപ്പൊ നാട്ടുകാര് ഞാൻ എന്നെ കളിയാക്കുന്ന ആൾക്കാർ എന്ന് പറയാ ടീം വർക്കാണ്. നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോലെ ടീം വർക്ക്. എന്നെ കളിയൊക്കെ ഭയങ്കര ടീം വർക്കാണ് നടക്കണേ. ഇതോ ഞാൻ ബസ്സിൽ കയറിയാലേ നാട്ടുകാർ ഇറങ്ങിപ്പോകും. ദേ ഭ്രാന്തവന് വന്നിട്ട് സംഭവം എനിക്ക് സീറ്റ് കിട്ടും. അല്ലെ എൻ്റെ പോകാൻ വരണ്ട അവര്. അപ്പൊ ഇറങ്ങും. കുട്ടിയോട് എന്താ പറയുന്നറിയാ, ആ ചേട്ടൻ തുടങ്ങുന്ന ആൾക്ക് ഭ്രാന്ത് തുടങ്ങി. എൻ്റെ അമ്മോട് ചോദിച്ചോർമ്മ ഞാൻ നിൽക്കില്ല. ഒരു ചേച്ചി ചോദിക്കുക, ചേട്ടാരെ ഈ കുട്ടിയാണോ തല തിരിഞ്ഞു പോയിട്ട്? ഇവനാണോ ഭ്രാന്തിന്റെ ചികിത്സ? എങ്ങനെയാ ഞാൻ നിൽക്കുമ്പോൾ ചോദിക്കണേ. അവസാനം ഞാൻ ചെയ്തു, ഇവർക്ക് വിവരില്ലേ പൊട്ടെ. ഡോക്ടറായിരുന്നു അവിടെ നാട്ടില്. ഡോക്ടർ എടുത്ത് 2 ഇംഗ്ലീഷ്. അപ്പൊ ഡോക്ടർ ഹൗ ആർ യു, ഹൗ തിങ്സ് ആർ ഗോയിങ് ഓൺ? ഡോക്ടർ പറയാ, തുടങ്ങിയോന്ന് സംശയം. ഡോക്ടർ പറഞ്ഞ എൻ്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞ, അല്ലോ പെട്ടുപോയില്ലേ. അവിടെ ഞാൻ അല്ല, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇംഗ്ലീഷേ പറയുള്ളൂ. എൻ്റെ ആഗ്രഹം എനിക്കെല്ലാം അറിയുള്ളൂ. അവസാനം എനിക്ക് മനസ്സിലായി, ഇംഗ്ലീഷ് കയറി പിടിക്കണം. അപ്പൊ എല്ലാവർക്കും ഞാൻ നോക്കൂത്തി കളിയാക്കുമ്പോൾ എൻ്റെ കളിയാക്കാത്ത 2 പേരുണ്ടായിരുന്നു നാട്ടില്. ഒന്ന് എൻ്റെ ഫാദറും പിന്നെ ജനിക്കാത്ത കുട്ടികളും. ആ അവസ്ഥകൾ ആലോചിച്ച് ഒരു നാട് മുഴുവൻ നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ ഒരു കാർന്നൊരു അങ്കിളാണ്, അങ്ങോട്ട് വന്നേ. എന്താ വലിയപ്പ? നീ വലിയ സായിപ്പാന്ന് നോക്കണ്ടില്ല. അല്ല വലിയപ്പ വലുതാവണ്ടേ? നിന്റെ ആഗ്രഹം എന്താ? ഇന്റർനാഷണൽ ആവണ്ടേ? ഇന്റർനാഷണലാ? വീട് മുഴുവൻ കടത്തലല്ലേ? അതെ. നീ പിടിക്ക് തോറ്റില്ലേ? നീ എന്ത് സ്വപ്നം കാണണ? ഇന്റർനാഷണൽ ആവണം. ആ നേരത്തെ കളിയാക്കിയിട്ട് സാധനം പറഞ്ഞ് പുച്ഛിച്ചിട്ട് എൻ്റെ എഡിസമോനെ കൊക്കില് തിന്നുന്നത്, എന്താ പറയാ, കൊക്കില് തിന്നത് കൊത്തോ? അതെ. അത് കിടക്കുമ്പോ ഞാൻ ത്രില്ലായി. നിന്ന് ചിരിക്കുന്ന കൊക്കിന്റെ വലിപ്പം കൂട്ടാലോ, കൊക്കിന്റെ വലിപ്പം കൂട്ടാലോ. അല്ലാതെ അച്ഛന്റെ കൊക്ക്, അമ്മേന്റെ കൊക്ക്, പാരമ്പര്യ കൊക്ക്, ദാരിദ്ര്യ കൊക്ക് വേണ്ട. അത് പിടിച്ച് കൊത്തി കിടക്കണം. ഞാൻ വലിയ കൊക്കുണ്ടാക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ എന്തായി? ഇന്റർനാഷണൽ കൊക്കായതിന്റെ. ഇപ്പോഴും അവരവിടെ ഇരിക്കുന്നുണ്ട്. നീ വലിയ ആളായില്ല. കൊക്കിന്റെ വലുപ്പം കൂട്ടിക്കലാണ് പന്റെ പണി. അതാണ് ആദ്യം. അല്ലാതെ കൊക്ക് പിടിച്ച് നടക്കല്ല. പാരമ്പര്യ കൊക്ക്, ദാരിദ്ര്യ കൊക്ക്. നമ്മളിതിന് ടെൻഷൻ അടിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു ലേഡി എന്ന് പറയാ, മാഷേ പൈസ ഇല്ല മാഷേ. ഇല്ലാന്നാ? ഇല്ല മാഷേ. ഉണ്ട് മാഡം. എവിടെ? ഞാൻ ബാങ്കിലേക്ക് പോവാ. ആ ബാങ്കിലുണ്ട്. പിന്നെ എവിടെ ഇല്ലാത്തത്? അല്ല എൻ്റെ അക്കൗണ്ടിലില്ല, അത് കയ്യിലിരിപ്പ്. മണി ഇവിടെ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എൻ്റെ നമ്മുടെ അക്കൗണ്ടിൽ വരാത്തത് അതാണ് പഠിക്കേണ്ടത്. മണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഗൂഗിൾ പേ അല്ലേ കൂടുതൽ. മണി എവരിവെയർ. എന്തേ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നില്ല? ആലോചിച്ചിട്ട് നിലകുറിച്ചിട്ട്. മണി അല്ല പ്രോബ്ലം. ഒരു ലേഡി പറഞ്ഞു, ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട് മാഷേ, പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെയായി മാഷേ. അല്ല മാഡം, ഇങ്ങനെ ആയതുകൊണ്ടാ പൈസ ഇല്ലാണ്ടായത്. അങ്ങനെയില്ല. അതല്ല സത്യം. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെ ആയത്, ഇങ്ങനെ ആയതുകൊണ്ടാണ് പൈസ ഇല്ലാണ്ടായത്. ഏത് പ്രൊഫഷനിലും ബെസ്റ്റ് എനിക്കല്ലേ. എന്നോട് കുട്ടി ചോദിച്ചു, പക്ഷേ MBBS പഠിക്കുക, അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. അതെ. പക്ഷെ എനിക്ക് ഡൗട്ട് എന്താ, ഞാൻ ഡോക്ടറായ സ്കോപ്പ് ഉണ്ടാവുമോ? സെലസ്കോപ്പ് എന്തായാലും ഉണ്ടാവും. അത് ഉറപ്പല്ലേ സെലസ്കോപ്പ്? സ്കോപ്പ് നീയാണ്. അതെങ്ങനെ? നീ ബെസ്റ്റ് ഡോക്ടർ ആയാൽ ബെസ്റ്റ് ഇൻകം, ബെസ്റ്റ് റെസ്പെക്ട്, ബെസ്റ്റ് പൊസിഷൻ. ബി ദ ബെസ്റ്റ് ഡോക്ടർ. നിങ്ങൾ ഏത് പ്രൊഫഷൻ എടുത്തോ,
ബെസ്റ്റ് അഡ്വക്കേറ്റ്, ബെസ്റ്റ് ഇൻകം. ജനിക്കുമ്പോൾ ആള് ബെസ്റ്റ് അല്ലല്ലോ, ജനിക്കുമ്പോൾ അഡ്വക്കേറ്റ് പോലല്ല, അഡ്വക്കേറ്റ് ആയതല്ലേ. അവിടെയാണ് എനിക്ക് ശ്രീധന്യ സുരേഷ് ഇഷ്ടം. വയനാട്ടിലെ കാട്ടിലെ പെൺകുട്ടി IAS എടുത്തില്ലേ? സാധാരണ അവരൊക്കെ ചിന്തിക്കുക എന്താ, മാക്സിമം PSC UPSC കുട്ടി പോയത് കളക്ടർ ആവാൻ ആഗ്രഹിച്ചിട്ട്, IAS എടുക്കാൻ ആഗ്രഹിച്ചിട്ട്. സാധാരണ എല്ലാവരും കളിയാക്കിണ്ടാവില്ല കുട്ടീനെ. ജോലിക്ക് പോ, വീട്ടുപണിക്ക് പോവോ, PSC ചെയ്ത്. നോ, എനിക്ക് IAS എടുക്കണം. അവൾ IASക്ക് വളർന്നു വന്നു. ഞാൻ IAS വിളിക്കുന്ന പേരുണ്ടതിന്, IAS, ഐ ആം സക്സസ്. നമുക്കൊരു IAS ഉണ്ട്, ഐ ആം സോറി. നല്ല സക്സസ് ആണ് ലൈഫ് ആവേണ്ടത്, സോറിയാണ് ആവേണ്ടത്. അത് നമ്മുടെ തീരുമാനമാണ്. ഞാൻ അവിടെ തീരുമാനം എടുത്തു. ഞാൻ പറയാറുണ്ട്, ഡിസിഷൻ ഡിറ്റർമൈൻസ് യുവർ ഡെസ്റ്റിനി. തീരുമാനങ്ങളാണ് ജീവിതമായി മാറുന്നത്. അന്ന് അമ്മ പറഞ്ഞ കാര്യം കേട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഒരു ഓർഡിനറി മനുഷ്യനാണ്. ഞാൻ തീരുമാനിച്ചു, എന്റെ ലൈഫ് ഞാൻ ഡിസൈൻ ചെയ്യും. ഡിസൈൻ യുവർ ലൈഫ്, ഡിസൈൻ യുവർ ലൈഫ്. ഡോണ്ട് റിസൈൻ യുവർ ലൈഫ്, റദർ ഡിസൈൻ യുവർ ലൈഫ്. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, ബിക്കോസ് അവർ ഡിസിഷൻ ഈസ് അവർ ഫ്യൂച്ചർ. നമുക്ക് എന്തിന്റെ കുറവ്? ഞാൻ കുട്ടികൾ പറയും, മക്കളെ ബാക്ക്ഗ്രൗണ്ട് നോക്കല്ലേ, ബ്രെയിനിലേക്ക് പോവാ. നമ്മുടെ വീട് പട്ടിണി ആയിക്കോട്ടെ, 5 പൈസ വീട്ടിൽ വേണ്ട, ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ട, പക്ഷേ ബ്രെയിനെ കുറിച്ച് ആര് പഠിപ്പിച്ചു നിങ്ങളെ? ഞാൻ എൻ്റെ അക്കാദമിയിൽ ആംഗ്ലോയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ദ പവർ ഓഫ് ബ്രെയിൻ. ഇംഗ്ലീഷ് സെക്കൻഡറി ആണ്. ബ്രെയിനെ കുറിച്ച് എന്താ പഠിച്ചത്? മേഡം ഓർമ്മയില്ല? ആഹാ, സെറിബറം പറഞ്ഞോ, സെറിബെല്ലം വിടില്ല, ഓംപ്ലേറ്റ് പോലെ ആക്കിയൊന്നു. 1.5 മാർക്കിന് വേണ്ടി പഠിച്ചിട്ടൊക്കെയല്ല നിർമ്മൽജി, ഓർമ്മയില്ല? സെറിബറം, സെറിബെല്ലം വിടില്ല, ഇതന്നെ നമുക്കറിയുള്ളൂ, ഇതന്നെ അറിയുള്ളൂ. ഞാൻ ബ്രെയിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. 200 ബില്യൺ ന്യൂറോൺസ് ഉള്ള ബ്രെയിനാണ് നമ്മുടെ. 200 ബില്യൺ ന്യൂറോൺസ് എന്തിനറിയാം? അത് മെമ്മറി കാർഡാണ്. 40 യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ സിലബസോടെ കയറ്റി വയ്ക്കാന്ന്. എന്നാലും സ്പേസ് ബാക്കിയുള്ള മെമ്മറി കാർഡ്. ഇനി ലാപ്ടോപ്പിൽ എന്ത് നിങ്ങൾ കയറ്റി വെച്ചോ, ഡിലീറ്റ് ചെയ്തൊക്കെ പോവില്ലേ? ഇവിടുന്ന് എന്താ പോവാ? ഇന്ന് ഓർമ്മയില്ലേ? 10 + 10 = 20. മറക്കാൻ പറ്റുമോ? നമ്മുടെ ബ്രെയിനിൽ കയറി ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് കളയാൻ പറ്റും. ഭാര്യ ഭർത്താവ് പറയാ, ചേട്ടാ ഇന്നെൻ്റെ ബർത്ത്ഡേ എന്ന് പറയുക, അതറിയാം, നിനക്ക് എന്താ വേണ്ട? എനിക്ക് ഒരു ആഗ്രഹമുള്ളൂ ചേട്ടാ, ചെയ്തു തരുമോ? നീ പറയേ. ചേട്ടൻ പറ്റും, ചേട്ടൻ വിചാരിക്കണം. പറഞ്ഞ മോളെ എന്താ പറഞ്ഞറിയാ? ചേട്ടൻ ആ കാമുകിനെ മറക്കോ? പറഞ്ഞ വഴി ആരോടെ വന്നപ്പോ ഇപ്പൊ ചിലർക്കൊക്കെ വന്നപ്പോ കാമുകി പറയുമ്പോഴേക്കും കാമുകിയോടെ വന്നില്ലേ? ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വീട്ടിൽ പോണ വഴി, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോണ വഴി നിങ്ങൾക്ക് GPS വേണം. ആ വീട് മറന്നു, വഴി മറന്നു, അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ക്ലാസ്സിലെ സമയത്ത് പറഞ്ഞു, ഞാൻ തോറ്റതല്ല, യൂണിവേഴ്സിറ്റി എന്നെ തോൽപ്പിച്ചതാ. അപ്പൊ അവർ എന്താ അങ്ങനെ പറഞ്ഞ മാഷ്? അന്ന് എൻ്റെ ബ്രെയിൻ ഉപയോഗിക്കാനുള്ള സംവിധാനം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നില്ല. സത്യല്ലേ? അതേ ബ്രെയിൻ വെച്ച് ഞാൻ പഠിച്ചു വളർന്നത്, ശരിയല്ലേ? ഞാൻ യൂണിവേഴ്സിറ്റി ക്ലാസ് എടുക്കുന്നത്. ഏത് യൂണിവേഴ്സിറ്റി ഞാൻ തോറ്റോ അവിടെ ഞാൻ ക്ലാസ് എടുക്കണു. എന്തുകൊണ്ട്? പിന്നെ അത് ഉപയോഗിച്ച് വളർന്നു. അത് ഞാൻ സ്വയം ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും പഠിച്ചാലും 10 + 10 20 അല്ലേ? അത് അമേരിക്ക പഠിച്ചാൽ അങ്ങനെയല്ലേ? നോളജ് ഈസ് ന്യൂട്രൽ. അറിവിന് വേണ്ടി കോളേജ് സ്കൂളിൽ പോകണം നിർബന്ധമൊന്നുമില്ല. പുറത്ത് പഠിച്ചത് തന്നെയല്ലേ? നമ്മളെല്ലാം പഠിച്ച സ്കൂളിൽ നല്ലല്ലേ, ലൈഫിൽ തന്നെ പഠിച്ചേക്കുന്നത്. എന്തോ അനുഭവങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് എന്താ, നമ്മൾ എവിടെ എത്തി? ഈ ബ്രെയിനെ കുറിച്ച് ഇതൊരു അപാര ബ്രെയിനാണെന്ന് ഇതും മനസ്സിലാക്കി തന്നില്ല. അതല്ലേ ലോകത്തെ മുഴുവൻ തലസ്ഥാനം പഠിപ്പിച്ചു, സ്വന്തം തലയുടെ സ്ഥാനം മാത്രം പഠിപ്പിച്ചില്ല. ഒരാൾ ചോദിക്കുന്നുണ്ട്, മാഷേ ഞാൻ ആസ്ട്രേലിയ വിസ്തീർണം തെറ്റിയിട്ട് എനിക്ക് 50 പ്രാവശ്യം പൊതിച്ചു ടീച്ചർ. അപ്പോൾ എനിക്കിപ്പോൾ സ്വന്തമായിട്ട് 5 സെന്റ് ഇല്ല. ഞാൻ എന്തിനു വിസ്തീർണം പഠിക്കാൻ പോയത്? നിങ്ങളൊരു വൃത്തങ്ങൾ പഠിച്ച ഓർമ്മയില്ല? എനിക്ക് ഓർമ്മയുണ്ട്. ശതകാല വൃത്തത്തിൽ 2-ാം പാദത്തിൽ 2 വല്ല ആവശ്യം എന്താ? അയ്യോ, ജന്മത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഒരു ഏറ്റവും ഒരാവശ്യമില്ല. കാലഘട്ടം നമുക്ക് ആവശ്യമില്ലാത്ത കുറെ പറഞ്ഞു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓർമ്മയില്ല? രാം കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ. എന്തിനാ പഠിച്ച? അരമാർക്ക്. ഒരു കാര്യമില്ല അങ്ങനെ പഠിച്ചിട്ട്. അപ്പൊ എന്തിനാ പഠിച്ച? വെറുതെ. പിന്നെ ഒരു ഭാഗ്യം ഒക്കെ മറന്നു പോയി ഒടുങ്ങി. വിദ്യാഭ്യാസം ചിന്തിക്കുമ്പോഴേ നമുക്ക് പ്രാന്തവും. നമ്മുടെ പിള്ളേരൊക്കെ നശിപ്പിക്കുക ചെയ്യുന്നവിടെ. ട്രൂ ബിടെക് പഠിച്ചിട്ട് എന്തുണ്ടെന്ന്? എന്നാൽ ബിടെക് ബെസ്റ്റ് പ്രൊഫഷനാ. MSc സുവോളജി പഠിച്ച പെൺകുട്ടി കൊല്ലത്ത് ബാങ്ക് കോച്ചിന് പോണു. കോച്ചിങ്ങിന് എന്തിനാ? ബാങ്കിൽ തവളനെ മുറിക്കാനാ? സുവോളജി പഠിച്ച അവിടെ തവള മുറിക്കൂ?
എന്ത് കോമ്പിനേഷൻ! നമ്മൾ നശിപ്പിക്കപ്പെടുന്ന ഇവിടെ മക്കള്. തോട്ട് പ്രോസസ് മാറണം, ലൈഫ് സ്റ്റൈൽ മാറണം. ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ്. ഇപ്പൊ എന്താ, പിള്ളേര് കമ്പനി പുറത്തേക്ക് പോവാ, UK. ഓക്കെ, തിരിച്ചു വരുന്നില്ല, തിരിഞ്ഞു നോക്കിയാ ഭാഗ്യം. ട്രെൻഡൊക്കെ മാറി. ഇവിടെ പാരന്റ്സ് ശ്രദ്ധിക്കണം, നിങ്ങൾ വിമൻ എംപവർമെന്റ് ശ്രദ്ധിക്കണം. കുറെ കാര്യങ്ങൾ സമൂഹത്തിൽ ഇന്ന് ഭയങ്കര ക്രൈസിസ് ആണ് നടക്കുന്നത്. അപ്പോ ഈ ബ്രെയിൻ്റെ മാക്സ് ഉപയോഗിച്ച ആരാന്നറിയാം? ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാറുണ്ടല്ലേ, എത്ര? ജസ്റ്റ് ബിലോ 20%. ഇത്ര മൂല്യമായ ബ്രെയിൻ്റെ മാക്സ് ഉപയോഗിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ജസ്റ്റ് ബിലോ 20%. അപ്പൊ ഒരാളോട് പറയാ ട്രെയിനിങ്ങില്, അയാൾക്ക് ഒരത്രേ പറ്റിയിട്ടുള്ളൂ അല്ലേ, ഞാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോന്ന് മോട്ടിവേഷൻ കൊടുത്ത നല്ല മലയാളി എന്നോട്. അപ്പൊ അയാൾ വരെ പോയിട്ട് എത്രേ പറ്റിയിട്ടുള്ളൂ. അതിന്റെ സംഭരം ഇവരെങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നല്ലേ? എഡിസനും ന്യൂട്ടനും 14% പഠിക്കുന്ന നമ്മൾ പഠിച്ച കാലം SLC. അപ്പൊ 10% നമ്മൾ എന്തിനാ പഠിച്ചെന്നറിയാ? പഠിക്കുക, ജോലി കിട്ടുക, നശിക്കുക. എന്താ, ഒരു ചെറിയ ജോലി കിട്ടും, അതോടുകൂടി നമ്മൾ 6% ഉപയോഗിക്കുള്ളൂ. കല്യാണം കഴിഞ്ഞ് 2% ആയിരുന്നു. ഒരു കുട്ടി 2 കുട്ടി എന്തോ 0 ആയിരുന്നു. കല്ലിന് കുട്ടികളെ നന്നാക്കാറുണ്ട്, നമ്മളൊക്കെ പോയി ഒരു സാധാരണ ജോലി. എന്നിട്ട് ഈ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോ നിങ്ങളൊരു ഡയലോഗ് വന്നറിയാ, മക്കളെ നന്നായി പഠിച്ചോളട്ട, നല്ല മാർക്ക്, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാവണം കേട്ടാ. ഇതാണ് അച്ഛനോട് സ്വപ്നം കെട്ടി ഉമ്മ കൊടുക്കുമ്പോഴേ, ഉമ്മ കൊടുക്കില്ലേ, ആ നേരത്തെ അപ്പാപ്പൻ ചിരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ സ്വപ്നം. അല്ല, നിങ്ങൾ പറയരുത്, അവര് തന്നെയല്ലേ പറഞ്ഞു നമ്മളോട് പഠിച്ചോളൂ. ഇതല്ല നമ്മൾ പറയുന്നത്. ഇതൊക്കെ തലമുറ കലാ സൂക്ഷിക്കും ദാരിദ്ര്യം. ഇതൊക്കെ ബ്രേക്ക്. ഞാൻ എത്രയോ പേരെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രേക്ക് ചെയ്യാനായിട്ട്. അപാര ബ്രെയിനിന്റെ ചങ്ങാതി. ഇതിന് പ്രായം വരില്ല കേട്ടാ. ചില ആൾക്കാർ ധാരണ എന്താ പറയാ, വയസ്സാകുന്നതിന് ഈ ബ്രെയിന് പ്രായമില്ല. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, എത്ര വയസ്സായിക്കോട്ടെ, പുതിയ സ്വപ്നവും പുതിയ ചിന്തയും വന്നാൽ ഇത് എക്സ്പാൻഡ് ചെയ്യും. നമുക്കതിന് വല്ല പുതിയ ചിന്തയുണ്ട്, വല്ല സ്വപ്നം ഉണ്ട്, ഓർഡർ എടുത്താൽ മതി. നമ്മൾ പെട്ടുപോയതെന്നറിയാം. ഒരു ഡയലോഗില ഒന്ന് സെറ്റപ്പ് ആക്കണം. നോക്കില്ല, പഠിക്കുമെന്നറിയാം, ജോലി കിട്ടി വേണം സെറ്റപ്പ് ആവാൻ. ജോലി കിട്ടിയപ്പോഴാണ് പ്രാരബ്ധമായി സെറ്റപ്പ് ആവണം. ഇവിടെ കല്യാണം കഴിഞ്ഞു, സെറ്റപ്പ് ആവണം. മക്കൾ വലുതാവണം, സെറ്റപ്പ് ആവണം. അവസാനം മക്കൾ പറഞ്ഞു ഗെറ്റപ്പ്. അത്ര തന്നെ. ഈ ലൈഫ് എന്തിനാ നിങ്ങൾ ആലോചിച്ചത്? ഗെറ്റ് ഔട്ട് അടിക്കാത്ത ഭാഗ്യം. ഒരു കാര്യം ഞാൻ ചില കാര്യം സീരിയസ് ആയി പറയണ്ട. ഇന്ന് എൻ്റെ അക്കാദമിയിലെ ഒരു അമ്മ ഒന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടാൽ, മാഷെ ഇതെൻ്റെ മോന, ഇതിന് വലിയ ബുദ്ധിയൊന്നുമില്ല. അപ്പൊ ആരെ മോന? എൻ്റെ മോനാണ്. ആ കുട്ടി എന്നെ നോക്കുക, ശരിയാണ് മാഷെ എന്ന്. ആ കുട്ടിയുടെ ഒക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? അങ്ങനെ പറയട്ടെ, നിങ്ങൾ വലിയ ബുദ്ധി, നിങ്ങൾ ഇങ്ങനെ അളക്കണത്, ഇതെങ്ങനെ അളക്കണേ? എല്ലാവർക്കും തമ്പുരാൻ ബ്രെയിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എല്ലാവരും വളർന്നു വരുന്നില്ല? സാഹചര്യങ്ങൾ. നമ്മളെന്താ തൃശ്ശൂർ ഭാഷ പറയാൻ? തൃശ്ശൂർകാർ പറയേ, പഠിക്കാൻ പോയിട്ട് നിങ്ങൾ ഈ അച്ചപ്പണല്ലേ, അച്ചപ്പൻ ഉണ്ടാക്കില്ലേ? ഈ അച്ചപ്പൻ ഉണ്ടാക്കുമ്പോ അപ്പം മാവിന്റെ ഷേപ്പിലെ വരാ, അച്ചിന്റെ ഷേപ്പിലെ വരാ. അച്ഛൻ്റെ അല്ലേ? അപ്പൊ അച്ചു മാറുമ്പോ ഷേപ്പ് മാറില്ലേ? അപ്പോ കുട്ടി നല്ല മാവ, എന്തച്ചില വന്നേന്ന് പിടികിട്ടിണ്ടാവും. നല്ല ബ്രെയിനുള്ള കുട്ടീനെ നിങ്ങൾ ഏത് അച്ചിലാണോ മുക്കിയത്? അച്ഛൻ്റെ അച്ചില് കിടക്കട്ടെ, അമ്മേരെ അച്ചില് കിടക്കട്ടെ, പാരമ്പര്യ അച്ഛൻ കിടക്കട്ടെ. ഓരോ ഡയലോഗാ. കർമ്മദോഷം കേട്ടോ നിങ്ങള്, കർമ്മദോഷം, ചൊവ്വാദോഷം. ഞാനാകെ ഒരു ദോഷം ഉണ്ടല്ലോ, എന്താ? ജലദോഷം. വെറുതെ പേടിപ്പിക്കുക. ഓർമ്മ ഒരു സാധനം ഓർമ്മയുണ്ട്, നിങ്ങളുടെ അവിടെ ഇല്ല? ഈ കോക്കാച്ചി അങ്ങനെ സാധനം ഉണ്ടോ പറയുന്നത് നിങ്ങൾ? അങ്ങനെ സാധനം വീട്ടിലില്ലല്ലോ. എന്നാലും ഇപ്പോഴും പറയുന്നുണ്ടാവില്ലേ കൂക്കു, കോക്കാൻ. കുട്ടിയോടും ശരിയല്ലേ? ഈ കുട്ടി +2 എന്ന് പറയോ, മോളെ അവിടെ കോക്കാൻ എന്ന് പറയോ. അപ്പൊ അമ്മേരെ മൊത്തി ഈ സാധനം കോക്കാനായിട്ട് അമ്മേരെ മൊത്തി കൊടുക്കും. ഇല്ലാത്ത പറഞ്ഞു ഇതേമാതിരി പല സാധനം വിശ്വസിച്ചിരിക്കുക. പാവങ്ങൾ, കഴിവില്ല, അത് വിശ്വസിച്ച് നടക്കുക. എന്നിട്ട് പറയാം ഞങ്ങൾ പാവങ്ങൾ. അയ്യോ കഷ്ടം. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോണ്, രണ്ടാമത്തെ കുട്ടി എടുക്കാൻ പോകണം. ആ മേമര വീട്ടിലായിരുന്നു, എടുക്കാൻ പോകണം. അപ്പൊ വണ്ടിയായിട്ട് കിടക്കില്ല, നിർത്തിയിട്ട് ഞാൻ നടക്കണ്. അപ്പൊ ഈ സൂട്ടുണ്ട്, ബ്ലാക്ക് സ്പെക്സ് ഉണ്ട്. അപ്പൊ അമ്മ കുട്ടിയോട് പറയണ വൈകുന്നേരം കോക്ക് വരുന്നുണ്ട്. എന്നെ നോക്കിയ കുട്ടിയാകുമ്പോ ശരി മൊട്ടത്തല്ല ഗുണ്ടലുക്കല്ലേ പറഞ്ഞത്, ഇതാണ് കോക്കു. അത് 6 വർഷം എടുത്ത കുട്ടീന്. ഡിയർ ഫ്രണ്ട്സ്, ബ്രെയിൻ നമുക്കുണ്ട്. പിന്നെ എന്തേ ബ്രെയിൻ ഉപയോഗിക്കാതെ പോയത്? സാഹചര്യം ഒന്ന്, നമ്മൾ പഠിച്ച സ്കൂളുകൾ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ സാധാരണമാണ്. കാരണം ഇൻപുട്ടാണ് ഔട്ട്പുട്ടാണ്. ബിൽഗേറ്റ്സ് അമേരിക്ക ജനിച്ചോട്ടെ, ആ ബിൽഗേറ്റ്സിനെ കുട്ടിക്കാലത്ത് തട്ടിക്കൊണ്ടുവന്ന് അട്ടപ്പടിയിലിട്ടപ്പോൾ ബിൽഗേറ്റ്സ് ആരാ? വെളുത്ത ആദിവാസി മൂപ്പനല്ലേ? മൈക്രോസോഫ്റ്റ് ഉണ്ടാവുമോ? ഇല്ല. ഇതന്നെയാണ് ബേസ്. നമ്മുടെ ആ അച്ചാണ് ഞാൻ എടുത്തു കളഞ്ഞത്.
ദാരിദ്ര്യം അച്ഛൻ എനിക്ക് പറഞ്ഞാൽ വേണ്ട പറഞ്ഞു. ഞാൻ കുറെ തരാൻ നോക്കി അമ്മ, നടന്നില്ല. ഞാൻ മനസ്സിലാണ് എനിക്ക് വേണ്ട. അപ്പൊ പറഞ്ഞു നീ തലയിരിഞ്ഞവൻ. അതെ, ഞാൻ 19 വയസ്സിൽ ഞാൻ നാട് വിട്ടാളാ. 8 കിലോമീറ്റർ തൃശ്ശൂർക്ക്. അത്രേ പൈസ ഉള്ളൂ. എന്തിനാ? കടവിന് ഓപ്പോസിറ്റ് ലോഡ്ജ് ഉണ്ട്. 10 വർഷം ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിച്ച. പട്ടിണി കിടന്നാലും വീട്ടിൽ പോവില്ല. ഒറ്റയ്ക്ക് റൂം എടുത്തിട്ട് ട്യൂഷൻ എടുത്തിട്ട് ഒരു ഭ്രാന്ത്. കാരണം എന്താ? പിടിക്കണം, കയറണം, കാണിച്ചു കൊടുക്കണം, ഒരു പുതിയ തലമുറ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വരെ പാരമ്പര്യം ദാരിദ്ര്യമാണെങ്കിൽ ബ്രേക്ക് ചെയ്യണം. കാരണം ഒറ്റപ്പെട്ടു പോകുന്ന ആള് ഞാൻ. പക്ഷെ ഞാൻ നഷ്ടപ്പെടുത്തിയില്ല. കാരണം എന്താ? സ്വപ്നമുണ്ടായിരുന്നു. സ്വപ്നം എന്താ? ജീവിതത്തിൽ വിജയിക്കണം. അതിന് കാരണം എൻ്റെ ഫാദറാട്ടാ. എനിക്ക് വായനാശീലം 9ാം ക്ലാസ്സിൽ അച്ഛൻ ഉണ്ടാക്കി വന്നു. അതുവരെ ഞാൻ വായിച്ച പുസ്തകം നിങ്ങൾക്കറിയാലോ. കബീഷ്, ദൊപ്പെ, ലോലൻ, ഡിങ്കൻ, ലുട്ടാപ്പി. പിന്നെ അമ്മയ്ക്ക് വേണ്ടി അവൾ തിരിഞ്ഞു നോക്കും തുടരും. മനസ്സിലായ? അമ്മോ മംഗളം മനോരമ. ഫാദർ പറഞ്ഞ മോനെ അത് വായിച്ചത് ജീവിതം കൊണ്ടുവന്നാൽ. അങ്ങനെ ലൈബ്രറി കൊണ്ടാക്കി നാട്ടിലത്തെ ആ റീഡിങ് ഇന്ന് ഞാൻ തുടരുന്നുണ്ട്. ഇന്ന് കാലത്ത് വായിച്ചു ഞാൻ പറഞ്ഞു. ആൻഡ് എഡ്യൂക്കേഷൻ ത്രൂ ബുക്സ്. ഇപ്പോഴും ഞാൻ വായിച്ച് ഞാൻ എപ്പോഴും പഠിക്കുന്ന ആളാണ്. കാരണം ലേണിങ്ങിൽ എല്ലാം പോയി എന്താ? ഏർണിങ്. ലേൺ ടു ഏൺ, ഏൺ ടു എൻജോയ്. ഞാൻ ഇന്റർനാഷണൽ ട്രെയിനിങ് കഴിഞ്ഞ് വരാം. ദുബായില് റിച്ചസ്റ്റ് ആൾക്കാർ ട്രെയിൻ ചെയ്യാണ്. ഖലീഫ ടവറിൽ, അർമാനി ഹോട്ടലിൽ. അത് കഴിഞ്ഞ് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. അവരൊക്കെ ഒരുപാട് ഗിഫ്റ്റ് തരുന്നു. മാഷാ അല്ലാഹ്. സീറോനൊക്കെ ഹീറോയൊക്കെ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടം പോലെ, ജനറലൊക്കെ ഇഷ്ടം പോലെ. അങ്ങനെ ക്ലാസ് കഴിയുന്നു, റിച്ച് ആൾക്കാർ പരിചയപ്പെടുന്നു, ഗിഫ്റ്റൊക്കെ തരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് 2 lakhs-ന്റെ ട്രെയിനിങ് ചാർജ് തരുന്നു. ഞാൻ മടങ്ങി വരുന്നു, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുന്നു. എൻ്റെ BMW കാർ വരുന്നു, ഞാൻ കയറിയിരിക്കുന്നു. എൻ്റെ പറഞ്ഞ വഴിക്ക് എൻ്റെ തറവാട്ടിൽ അമ്മയോട് ഞാൻ ഇറങ്ങി. അമ്മയ്ക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. പഴയ റൂം ഞാൻ പണിതായിരുന്നു. എൻ്റെ പഴയ ബുക്സ് ഉണ്ട്, പ്രീ ഡിഗ്രി ബുക്ക്, പ്രോസൊക്കെ. ഞാൻ അത് വായിച്ചിട്ടില്ല, എനിക്ക് അറിയില്ലല്ലോ. അതൊക്കെ എടുത്തിട്ട് ഞാൻ പൊടി തെറ്റിട്ട് പുതിയ ഫ്ലാറ്റിൽ കൊണ്ടുവരണം. അപ്പൊ അമ്മ ചോദിച്ചൊരു ചോദ്യം ഇത്രയല്ലോ, മോനെ നീ എന്ത് ചെയ്യുന്നത്? അമ്മ ഈ പുസ്തകം അന്ന് വായിച്ച ഒന്നും മനസ്സിലാകാത്ത പ്രോസും പോയട്രിയാ. ഇതൊന്ന് വായിച്ച് പഠിച്ച് അറിവൊന്ന് കൂട്ടണം, നല്ല എക്സസൈസാണ്. അമ്മ ഒന്നാ പറഞ്ഞോട്ടാ. അതാണ് അമ്മ സ്നേഹത്തിന്റെ നിറകൂട്ടാ. എന്താ പറഞ്ഞറിയാ? നീ ഇപ്പോഴും കഷ്ടപ്പെട്ട് പഠിക്കല്ലേ, വില ക്ലർക്കാൻ വരുന്നില്ല എന്ന്. ഞാൻ മൂട് നിങ്ങൾ എന്താ പറയാ? പുറത്ത് BMW കാർ കിടക്കുന്നത് 6 ലക്ഷത്തിൻ്റെ. ഞാൻ ഇന്റർനാഷണൽ ട്രെയിനിങ് മാറ്റി വന്നിരിക്കുന്നത് ഫ്ലൈറ്റിൽ. 2 ലക്ഷം അവിടുന്ന് ഫീസ് മാറ്റി വന്നിരിക്കുക. എന്നോട് അമ്മ പറയുന്നത് നീ എന്തിനീ കഷ്ടപ്പെട്ടു, എത്ര ആൾക്കാർ കഷ്ടപ്പെട്ടല്ലേ എന്ന്. അത് കേട്ട് ഞാൻ ജീവിച്ചത്. അമ്മയുടെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അമ്മേ സ്നേഹമുണ്ട്. മനസ്സിൽ പറഞ്ഞു പാവം വിവരമില്ല എന്തായാലും. അത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് നമ്മൾക്ക് പറ്റുന്ന പ്രശ്നം എന്താണെങ്കിൽ നമ്മളിങ്ങനെ താത്തിക്കാനാണ്. ഒരു സാധാരണ കുടുംബം ജനിച്ചത് കൊണ്ട് ജീവൻ നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും പാടില്ല. നമ്മൾ സാധാരണക്കാരല്ല. പക്ഷെ ആ അറിവ് നമുക്ക് വന്നില്ലല്ലോ. അറിവാണ് മനുഷ്യനെ മാറ്റുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, നമുക്ക് മനസ്സിലാവും. കവിതയുടെ അപ്പുറത്തേക്ക് ആളെ പേരെന്താ? ഞാൻ പരിചയപ്പെട്ടു. അജീഷ അല്ലേ? അജീഷയ്ക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടിയായിരിക്കുക. അവിടെ ഹോസ്റ്റൽ താമസിക്കുന്നു. അജീഷ വണ്ടി കൊണ്ടുപോകണു. 1 മണിക്കൂർ യാത്രയുണ്ട്. എത്ര? 1 hour. അജീഷ് അങ്ങനെ പോകുമ്പോൾ 1 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണം. തിരിച്ചും 10 മാസം അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ പോണ സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. തുടക്കത്തിൽ തന്നെ വലിയ പരിചയമൊന്നുമില്ല. 10 മാസമായിട്ടുള്ള വലിയ പക്ഷെ പരിചയമായിട്ടില്ല. അപ്പോഴാണ് കവിത മേഡം എന്ത് ചെയ്യുന്നത്? കാറും കൊണ്ട് വരണേ. എന്താ അജീഷ് ഇവിടെ? ഒരു സ്കൂൾ കോളേജിൽ പഠിച്ച ആൾക്കാരായിരിക്കും. അല്ല ഞാനിവിടെ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ ഏരിയ ഞാൻ താമസിക്കുന്നത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. 10 വർഷമായിട്ട് ആരിവിടെ ഉണ്ട്? കവിത മേഡം ഇവിടെ ഉണ്ട്. പരിചയ ആൾക്കാരെ ഏൽപ്പിച്ചു വണ്ടി. എന്നിട്ട് കവിത മേഡത്തിന്റെ വണ്ടിയിൽ ആരെ കൊണ്ടുപോകുന്നു? അജീഷെ കൊണ്ടുപോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഷോർട്ട് കട്ട് എടുക്കണം. അപ്പൊ ചോദിക്കുക, എന്ത് ഈ വഴിക്ക് വേണ്ടി ചോദിക്കില്ലേ? അല്ല ജിഷ, ഈ വഴിക്ക് പോയി 20 മിനിറ്റ് വേണ്ടോ? തമ്പുരാനെ, 10 മാസം എങ്ങനെയാ പോയെന്ന്? ഈ വഴി ഇവിടെ ഉള്ളപ്പോഴും നിങ്ങൾ ആലോചിക്കണം. അജീഷ പോയത് ഏത് വഴിക്കാ? 1 മണിക്കൂറുണ്ട്. ഈ വഴി അറിയാത്തത് കൊണ്ടല്ലേ. ഞാൻ ചോദിക്കണം, അജീഷെ നാളെ മുന്നേ ഏത് വഴിക്കാ പോവാ? ഷോർട്ട് കട്ടല്ലേ പോവുള്ളൂ? അത് ശരിയല്ലല്ലോ. മറ്റേ വഴിയുടെ സ്നേഹമില്ലേ? അത് പാരമ്പര്യ വഴിയല്ലേ? അങ്ങനെ മാറാൻ പാടുണ്ടോ മോളെ? മാറും. കാരണം എന്നെങ്കിൽ ടൈം ലാഭം, മണി ലാഭം, ഈ അറിവ്, ബെറ്റർ അവയർനെസ്. ഇനി ഈ വഴി അറിഞ്ഞില്ലേ വിളിച്ചോ? അടുത്ത ആളുടെ പേരെന്താ? ദീപ. അജീഷയ്ക്ക് പുതിയ വഴി അറിയില്ല. ദീപയ്ക്ക് അവിടേക്ക് പോകണം. അജീഷോട് ചോദിക്കാണ് എങ്ങനെ പോവാ? പഴയ വഴി പറഞ്ഞു കൊടുക്കില്ലേ? അപ്പൊ ആരപ്പെട്ട പാവം അതും പെട്ടു. നമ്മുടെ അറിവ് നമ്മളെ മാത്രമല്ല ബാധിക്കണമെന്ന് പറഞ്ഞു വരുന്നേ. നീ ദീപോട് അടുത്ത ആൾ ചോദിച്ചു. അവരൊക്കെ നിങ്ങളൊക്കെ പെടില്ലേ? ഒരു ലീഡർ അറിവ് ഒരു ലീഡർ മാത്രമല്ല ബാധിക്കണേ. വേഗം മനസ്സിലായില്ലോ. ടീച്ചർ അറിവ് ആരെ ബാധിക്കും?
കുട്ടികളെ ബാധിക്കും. കുട്ടികൾ മാത്രം അവിടെ തലമുറനെ ബാധിക്കില്ലേ? ട്രൂ, അത് ഞാൻ പ്രൂവ് ചെയ്തത്. ഇനി അജീഷ മക്കളോട് പറയുന്നറിയാ, മക്കളെ വേറെ വഴിക്കൊന്നും പോരട്ടാ, നമ്മുടെ പാരമ്പര്യ വഴിക്ക് പോയാൽ മതിയെന്ന്. മക്കളും പെട്ടു. അതാണ് എന്നെ അമ്മ പറഞ്ഞത്, പാവങ്ങളാണ് പണിക്ക് പോകാൻ. മനസ്സിലായി നിങ്ങൾക്ക്? അവിടെ ഞാൻ പെട്ടെന്നില്ല, ചേട്ടൻ പെട്ടു, ഞാൻ പെട്ടില്ല. അതന്നെ വ്യത്യാസം. വേഗം മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ആരെ ഫോളോ ചെയ്യുന്നു? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. നമ്മൾ ആരെയാണ് റോൾ മോഡലായി കാണുന്നത്? ആരാണ് നമ്മുടെ മുമ്പിൽ നമ്മളെ നയിക്കുന്നത്? ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ക്രൂഷ്യൽ. ഇപ്പൊ അറിവ് മാറിയപ്പോഴല്ലേ മാറ്റം വന്നത്. അപ്പൊ എവിടെയാ മാറിയത്? ആ സ്ഥലത്തെ കുറിച്ചുള്ള പുതിയ അറിവ് കിട്ടി. നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ബ്രെയിനെ കുറിച്ച് നമുക്ക് പുതിയ അറിവുകൾ ഉണ്ടാവണം. അപ്പൊ നമ്മൾ മാറും. അങ്ങനെയാണ് ഞാൻ മാറിയത്. എൻ്റെ ലൈഫ് അതാണ്. ഞാൻ നോക്കിയപ്പോ സിദ്ധാർത്ഥൻ ബുദ്ധനായത് എങ്ങനെയാ? ബോഡി മാറ്റിട്ട, കട്ട വെച്ചിട്ട. അത് എൻലൈറ്റ്മെന്റ്, അറിവിലൂടെയാണ് ബുദ്ധൻ വന്നത്. ശരിയല്ലേ? മോഹൻദാസ് എങ്ങനെ മഹാത്മാഗാന്ധി ആയത്? അറിവിലൂടെ. ആഗ്രസ് എങ്ങനെ മദർ തെരേസ ആവുന്നത്? അറിവിലൂടെ. നരേന്ദ്രൻ എങ്ങനെ വിവേകാനന്ദനാവുന്നു? അറിവിലൂടെ. അറിവെല്ലാവരും മാറ്റിയത്. അതാണ് ABC, അവയർനെസ് ബിഫോർ ചേഞ്ച്. ഒരു കൊച്ചുകുട്ടി മെഴുതിരിൽ കത്തിക്കുമ്പോ കൈ വെക്കാൻ പോകുമ്പോ നമ്മൾ പൊള്ളുമ്പോൾ പറയും. കുട്ടിക്ക് മനസ്സിലാവും അത്. കുട്ടി ഇതുവരെ വെച്ചിട്ടില്ല, വീണ്ടും വീണ്ടും വെക്കാൻ പോകും. അപ്പൊ പൊള്ളുമ്പോൾ പറയും. അവസാനം സൈ കെട്ടാൻ വേരോട് പൊള്ളിച്ചു, പിന്നെ വെക്കവൻ എന്തത്? അവിടെ എന്താ അവന് കിട്ടിയത്? അറിവ്. ഇനി നിർബന്ധിക്ക, വെക്കുണ്ണി. അപ്പൊ പറയും അമ്മ വെച്ചോ. പിന്നെ വെക്കില്ല. നിങ്ങൾ ആരെങ്കിലും ബോറടിക്കുന്ന കഴിച്ചിട്ട് ഇലക്ട്രിക് കമ്പി പിടിക്കാൻ പോകാറുണ്ട്? കുറെ ആളെ പിടിച്ചു ഷോക്ക് അടിക്കാവോ? എന്താ നിങ്ങൾ പിടിക്കാത്തെന്ന് പറയും. നമുക്കറിയാം എന്ത് ഷോക്ക് അടിക്കുന്നത്. കുട്ടി അങ്ങോട്ട് പോവില്ലേ? അപ്പൊ നമ്മുടെ അറിവല്ലേ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഹയർ നോളജ്, ഹയർ ആക്ഷൻ, ഹയർ ലൈഫ്. നമ്മൾ പെട്ടുപോയത് എവിടെയാ? സ്കൂള് തോറ്റു, അവിടെ അവസാനിപ്പിച്ചു. നോളജ് അവിടുന്ന് മാത്രമാണ് കിട്ടുക. ഞാൻ പ്രീ ഡിഗ്രി തോറ്റാളല്ലേ, പിന്നെ പാസ്സായിട്ടില്ല, എനിക്കൊരു ക്വാളിഫിക്കേഷനും ഇല്ല. പക്ഷെ എന്തുണ്ട്? ക്വാളിറ്റി ഉണ്ടാക്കിയെന്ന്. എന്നെ നന്നായി പഠിച്ച ആൾക്കാരുടെ ഇവിടെ ഇല്ലേ? അതല്ലേ ഒരാൾ ആത്മഹത്യ പോണ സമയത്ത് ട്രെയിന് തലവെക്കാൻ പോയി, അറിയിപ്പ് വരുന്നു ട്രെയിൻ ലേറ്റ് ആണെന്ന്. ഇവിടെ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലം കണ്ടത് കാരണം മരിക്കുന്ന പോലും പങ്ക്ച്വാലിറ്റി ഇല്ലാത്തതാണ്. അങ്ങനെ നോക്കിയപ്പോ നേതാവിന് സ്വീകരണം. ഇയാളോട് ചെന്നു എന്നാലും 1 മണിക്കൂറിന് ട്രെയിൻ വരാൻ. നിന്ന് കേട്ട് ആകെ ഇൻസ്പിറേഷൻ വന്ന് ഇയാൾ പറഞ്ഞു, ട്രെയിനൊക്കെ പോയി 3 മണിക്കൂറായി സാർ, ഞാൻ ആത്മഹത്യ ജീവിത അവസാനിക്കുകയാണോ? എന്നിട്ട് നിങ്ങളുടെ പ്രസംഗം കേട്ട് നിങ്ങൾ ചർച്ചപ്പോഴേ ഇനി ഞാൻ ആത്മഹത്യയില്ല തീരുമാനിച്ചു. അത്ര ഇഷ്ടായോ? അല്ല, താനൊക്കെ ജീവിക്കുമ്പോൾ ഞാൻ ഇതിനെ ആത്മഹത്യയിലിരുന്നു. വെറും പ്രീ ഡിഗ്രി പാസ് ആവുന്നത് എനിക്കിങ്ങനെ ഇന്റർനാഷണൽ ആവുമെങ്കിൽ പറഞ്ഞൊക്കെ മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ എന്നെ കുറിച്ചാ പറഞ്ഞു. ഇതിൽ ഡിഗ്രി പഠിച്ച ആൾക്കാരുണ്ടോ? ശരിയല്ലേ? ഞാനൊന്നും അവിടെ എത്തിയില്ലല്ലോ. പക്ഷെ ഇന്ന് എന്നെ ആരും ചോദിക്കില്ല. എന്റെ ഡേറ്റ് ചോദിക്കുന്ന ആൾക്കാർ, സാർ എന്നാ ഡേറ്റ് കിട്ടാന്ന്. ക്വാളിറ്റി മാറ്റേഴ്സ് എ ലോട്ട്. അതാണ് ഈ കാലഘട്ടം. എന്ത് ക്വാളിറ്റി വേണം? ആദ്യം വേണ്ട സാധനം നിങ്ങൾക്കറിയാം, ആറ്റിറ്റ്യൂഡാണ്. ജീവിതത്തിൽ വളരണം മാഷ്. അതില്ലാണ്ട് വിശപ്പില്ലാത്തൊരു ഭക്ഷണം വിളമ്പിട്ട് വല്ല കാര്യമില്ല. നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് വിശപ്പിൽ ഞാൻ പറഞ്ഞ എന്താ കാര്യം? ഞാൻ പറയും, ഞാൻ ഇവിടുന്ന് പോവും. ആകാശത്ത് നിന്ന് മഴത്തുള്ളി വീഴും. ശരിയല്ലേ? ഇത് കടലിൽ വീണാൽ ഉപ്പ് വെള്ളം, തടാകത്തിൽ വീണാൽ നല്ല വെള്ളം, തൃശ്ശൂരിലെ ഗട്ടറിൽ വീണാൽ. ഇതൊക്കെ എവിടെ വീഴുന്നത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാട്ടോ. മനസ്സിലായിട്ടോ? ഞാനിങ്ങനെ മഴത്തുള്ളിയെ പറയും, എൻ്റെ ലൈഫിലെ കാര്യമൊക്കെ പറയും, വായിച്ച പഠിച്ച കാര്യം പറയും. നിങ്ങൾ എങ്ങനെ എടുക്കുന്നു അതാണ് നിങ്ങൾ. ഞാൻ എങ്ങനെയല്ലേ, ഞാൻ എങ്ങനെ എടുക്കുന്നു, ദാറ്റ്സ് വാട്ട് ഐ ആം. എന്നെ ഇൻസൾട്ട് ചെയ്തു. മറ്റേ ഫിലിമിൽ പറയില്ല, ഞാൻ കൊടുത്ത ഡയലോഗാ, ഇൻസൾട്ട് ഈസ് മൈ ഇൻസ്പിറേഷൻ. അതൊക്കെ അവിടെ ഇട്ടടിക്കുന്നവര്. അപ്പൊ അജീഷ എന്നെ കളിയാക്കി വിചാരിച്ചോ? അജീഷ ഉദ്ദേശം എന്താ? എനിക്ക് ഫീൽ ചെയ്യുന്നല്ലേ? ഞാൻ ഫീൽ ചെയ്യില്ല, ഞാൻ ചിരിക്കും. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യും, ഏറ്റില്ല അല്ലേ, ആയിക്കോട്ടെ. ഇതെന്തത് നമ്മുടെ പ്രശ്നം അറിയാം. അവൻ എന്ത് പറയും, അവൾ എന്ത് പറയും നോക്കിയിട്ട് ഒന്നും ചെയ്യില്ല. അവസാനം ജപ്തി വരും, അപ്പൊ തൃപ്തിയാവും. അതന്നെ അതെ. ഞാൻ ലൈഫിൽ പഠിച്ച് പാടുന്നറിയാം. ഞാൻ ചെയ്ത് എനിക്കുണ്ടെങ്കിൽ എനിക്കുണ്ട്. അതാണ് ആദ്യത്തെ പരിപാടി. അത് സ്വാർത്ഥതയല്ല, റെസ്പോൺസിബിലിറ്റിയാണ് മക്കളെ, റെസ്പോൺസിബിലിറ്റി. പിന്നെ ചില ആൾക്കാരുടെ ഡയലോഗ് ഉണ്ട്, ആകെ പ്രശ്നങ്ങളാണ്. ഇല്ലാത്ത ആൾക്കാർ ശ്രമിക്കില്ലാണോ? ഈ ഡയലോഗ് കേട്ട പോലും മറ്റാൾക്കാർക്കൊന്നും പ്രശ്നമില്ലാന്ന് തെറ്റായ ധാരണ. ഇത് പ്രോബ്ലംസ് അല്ല. ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻ വരുന്ന അതിനെ പ്രോബ്ലം കാണുന്ന തെറ്റ്. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഏതെങ്കിലും മുക്കോൻ പറയാറുണ്ടാ തിരമാനം എന്നിട്ട് വേണം വഞ്ചിറക്കാൻ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? അവൻ ജന്മത്തിൽ വഞ്ചിറക്കോ? നിങ്ങൾക്ക് പ്രോബ്ലം തീർന്നിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിമിഷം ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്ര കാലമായിട്ട്, ആർക്കും ഇല്ല. അത് പ്രോബ്ലം അല്ല, എംപവർമെന്റ് ആണ്. ഒരു പ്രശ്നം വരുമ്പോ പുഞ്ചിരിക്കുന്ന, ആഹാ വൺ മോർ പ്രോബ്ലം ഓൾറെഡി വരുന്നു, കഴിഞ്ഞു. അല്ലാതെ അവിടെ എനിക്ക് തെറ്റ് പറ്റുന്നത്. പലരും ഇലക്ഷൻ പല ഗ്യാരണ്ടി കൊടുത്തു. ഞാനൊരു ഗ്യാരണ്ടി തരാം, അതെനിക്ക് എന്തായാലും തരാൻ പറ്റും. നിങ്ങൾ നോന്ന് പറയരുത്.
ആ ഗ്യാരണ്ടി ആക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങൾ എന്തായാലും ജീവിക്കും, എൻ്റെ ഗ്യാരണ്ടിയാണ്. അത് ഉറപ്പല്ലേ? കൊറോണയ്ക്ക് നമ്മൾ പോയില്ലല്ലോ, കുറേ പേര് പോയില്ലേ? കുവൈറ്റ് തീ പിടിച്ച് കുറേ പേര് പോയില്ലേ? നെക്സ്റ്റ് മൊമെന്റ് ഇരിക്കുക നമ്മളിവിടെ പൊക്കൂടെ? സത്യല്ലേ? അതും റിയാലിറ്റി അല്ലേ? ജനിച്ച കുട്ടികൾ തീ കത്തി മരിച്ചില്ലേ ഹോസ്പിറ്റലിൽ? അവരെന്തിനു ജനിച്ചു? ഉത്തരങ്ങളില്ല പലതിനും. പിന്നെ മരിച്ച വിഷമിക്കണ്ട, സ്വർഗം നല്ല സുഖം, നരകത്തിൽ ബന്ധുക്കളും ഫ്രണ്ട്സ് ഉണ്ടാവും എന്തായാലും. ഇന്ന് ഹാർട്ട് അറ്റാക്ക് അല്ല വരുന്നത്, തോട്ട് അറ്റാക്ക്. ആലോചിച്ച് മനുഷ്യൻ ടെൻഷൻ അടിക്കണേ. നമ്മൾ എന്തിനാ ടെൻഷൻ അടിച്ചെടുക്കണേ? എല്ലാവർക്കും സംഭവിക്കുന്നില്ലേ? ഇതൊക്കെ ഉണ്ടാവും. ഡെത്ത് മാത്രമല്ല അവസാനമാണല്ലോ. ഒരാളുകൾ കഷ്ടപ്പെട്ട് പൈസയായിട്ട് ആഘോഷിക്കാണ്ട് 50 വയസ്സായപ്പോൾ ആളിങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ടാണ് ജീവിക്കാൻ വേണ്ടി അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തുണ്ട് കാലം മുമ്പിൽ, പിന്നെ വീടിന് മുമ്പിൽ മനുഷ്യനാകെ പ്രാന്തായി. ആസ്വദിക്കാൻ പോകണല്ലോ, ഇതുവരെ ചെയ്തിട്ടില്ല. ഇയാൾ പൈസ മുകളിൽ ബാക്കോട് ഓടി. ഇയാൾ ഒരു ഹോട്ടൽ റൂം എടുത്തു. ഇയാൾ എവിടെ പോയാലും കാലം മുമ്പിലുണ്ട്. ഈ മനുഷ്യൻ ഓടി 12 വർഷം മനുഷ്യൻ ഓട്ടായിരുന്നു കാലിനെ പിടിച്ചിട്ട്. അവസാനം ഒരു കുടിൽ ചെന്നിറങ്ങിയ ദ്വീപില് തളർന്ന് രോഗിയിൽ കിടക്കുന്നത്. അപ്പൊ കാലം കയറി വന്നു. ഇയാൾ പുഞ്ചിരിച്ചിട്ട് പാടോ കൊണ്ടോക്കറോ, എനിക്ക് മരിച്ചാൽ മതി, രോഗിയായി പൈസയിലൊന്നുമില്ല, കുറെ ഓടിപ്പിക്കായിരുന്നില്ലേ? അപ്പൊ കാലം പറയുമ്പോൾ പറയാ, നിന്ന് ഞാൻ കൊണ്ടുപോകും. അതെന്താ? ഇന്നാണ് നിന്റെ ദിവസം. അപ്പൊ എന്തിനാ അന്ന് വന്ന്? ഇത് പറയാൻ വേണ്ടി വന്നതാണ്. നിന്നോട് ആരെയും 12 വർഷം ഓടാൻ പറഞ്ഞെന്ന്. ഇതാണ് ജീവിതം. പലരും ഒരാൾക്ക് ബോഡിന് മുഴുവൻ ഭയങ്കര വേദന. എങ്ങനെ? ഡോക്ടറാണ്, ഡോക്ടർ യങ്ങ. ഡോക്ടർ പറഞ്ഞു തനക്ക് ക്യാൻസറാ, താൻ എന്തായാലും മരിക്കൂ. ഡോക്ടർ ചികിത്സ ഒന്നുമില്ല. ഇയാൾ ഫേമസ് ഡോക്ടറാ. 2 മാസമുള്ളോ അടിച്ച് പൊളിച്ച് ജീവിച്ചു. ഡോക്ടർ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, വേറെ ഞാനും കഴിച്ചിട്ടുള്ളൂ. ഡോക്ടറുടെ ജീവിതം വേണേ എൻജോയ് ചെയ്ത് 2 മാസമുള്ളോ. അങ്ങനെ പേടിപ്പിച്ച് പോകുന്ന സമയത്ത് ഡോക്ടർ പറയുന്നത് നേഴ്സുമാരുടെ പാവം, ഞാൻ 2 മാസം പറഞ്ഞു, ആക്ച്വലി 1 മാസം കിട്ടുള്ളൂ. പിന്നെ പാവം ചെറുപ്പല്ലേ, ആ ടെൻഷൻ ജീവിക്കാൻ എൻജോയ് ചെയ്തോട്ടെ. അങ്ങനെയാണല്ലേ സാറ്? ചിരിച്ചു. പിറ്റേ ദിവസം ആക്സിഡന്റ്, ഡോക്ടർ മരിച്ചു. അപ്പൊ ഈ പേഷ്യന്റ് ന്യൂസ് പേപ്പർ കണ്ടു ഡോക്ടർ മരിച്ചത്. റീത്തായി വന്നിരിക്കുക, പാവം 2 ദിവസം കിട്ടിയില്ല, എനിക്ക് 2 മാസം ഉണ്ടെന്ന്. നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകുന്നത്? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഒരു ലൈഫ് കിട്ടിയാല് അത് ഗംഭീരാക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. ഇത് കരഞ്ഞ് ലോൺ, ഈ ചിലവർ ജീവിതത്തില്ല, ലോൺ എടുക്കുക കണ്ണടക്കുക. ഇതെന്ത് ലൈഫാ? ലോൺ എടുക്കുക പലിശ അടയ്ക്കുക, എടുക്കണം. നമുക്കൊന്ന് ആസ്വദിക്കേണ്ട ജീവിതം. നിങ്ങൾക്ക് തോന്നുന്നു മാഷക്ക് അത് പറയാം. അപ്പൊ എന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടായില്ല. എനിക്ക് ആകെ എന്റെ സ്വപ്നം മാത്രമാണ്. പിന്നെ ഭ്രാന്തത കേട്ട് വിളിയോ തന്നെ. അവിടെയൊക്കെ ഫൈറ്ററാണ്. ഞാനൊക്കെ തീരെ കൊടുത്ത ആൾ തന്നെയാ. ഒരു ചുക്കും പേടിക്കല്ലേ നമുക്ക്? എന്തിനാ? സ്വപ്നമുണ്ട് മനുഷ്യന്, പേടിക്കല്ലേ. അത് ആദ്യം അതിൽ വിശ്വാസം വേണേ. സിനിമയുടെ തൃശ്ശൂർ റൗണ്ടിൽ നിൽക്കാൻ വിരിച്ചോ അജിത. നിങ്ങൾ 2 പേരും അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു 2-3 അങ്ങോട്ടിൽ നിങ്ങൾ ഓടാൻ പറഞ്ഞ് നിങ്ങൾ ഓടും, വെറുതെ ഓടും. കാലില്ലാണ്ടല്ലോ, എന്തില്ല? മനസ്സില്ല. ശരിയല്ല? മനസ്സില്ല ഓടാൻ. അതുപോലെ നല്ല ഗ്ലാമർ ഉണ്ടാവും ഓടുമ്പോ. ശരി, അങ്ങനെ ഓടണം അല്ലേ? തർക്കിച്ചിരുന്ന സമയത്ത് ആന മതിച്ചു വരും, നിങ്ങൾ ഓടുമോ? ഓടുന്നു. അപ്പൊ അവരെ ഓടാൻ പറഞ്ഞ ഓടിയില്ല. നിങ്ങൾ ഓടില്ല. ആന നിങ്ങൾ ഓടുമോ? ഇല്ല. പറക്കും ഓട്ട. അല്ലോ തമ്പുരാനെ കൃഷ്ണ, ഒരു ഓട്ടുണ്ട്. ഏത് ശിവനന്റെ ഓട്ടന്റെ പഴക്കാത്ത ഭാഗത്ത് പറക്കും. ശരിയല്ലേ? നിൽക്കാൻ പറ്റും? ആന പിന്നെ നിർത്താൻ പറ്റൂ? കോംപ്രമൈസ് ഉണ്ട് അതില്. അപ്പൊ മനസ്സ് മാറിയപ്പോ എന്ത് മാറി? ബോഡി മാറി. ബോഡിയല്ല ഇവിടെ പ്രശ്നം, മടിയല്ല പ്രശ്നം. അതല്ലേ കാലത്തിന്റെ ട്രെയിൻ വന്നു, അച്ഛൻ ഇറങ്ങി, മോനെ വിളിച്ചു. കാലത്ത് 5 മണി കേട്ടാ. മോനെ അച്ഛൻ വന്നിട്ട് കാറ് കൊണ്ടുവരൂ. അച്ഛാ ഭയങ്കര തണുപ്പോ, ഡിസംബറാണ്. അച്ഛൻ ഓട്ടോ വിളിച്ചു വരൂ. പാവം മോൻ, വിഷമിക്കണ്ട. അതേ ട്രെയിനിൽ കാമുകി വന്നിറങ്ങിണ്ട്. ഡാർലിംഗ്, അവൻ നീ എവിടെയാ? ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്ക്, ഞാൻ കാർ കൊണ്ടുവരാം. അച്ഛൻ ഓട്ടോറിക്ഷ വരുമ്പോൾ കാറിൽ പോണു. അച്ഛൻ ഇതെന്റെ കാറല്ലേ, നിങ്ങൾ നോക്കിയ. അപ്പൊ അവിടെ മഞ്ഞ് പ്രശ്നമായ. പ്രണയിച്ചവർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ പോയിന്നുള്ളതൊക്കെ. നമ്മുടെ മനസ്സിൽ ആവശ്യം വന്ന് നമ്മൾ പോവും. ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ കരയുമ്പോൾ നിങ്ങൾ പറയാന്ന്, കുട്ടി ഉണ്ണിയെ കരയല്ല, കളിപ്പാട്ടം വാങ്ങിക്കാന്ന് പറയുമ്പോൾ കുട്ടി അപ്പൊ കരച്ച് നിർത്തില്ലേ? കളിപ്പാട്ടം കൊടുത്തിട്ടല്ല, കിട്ടാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. ഭാര്യ പണങ്ങി നിൽക്ക. ആ ഭർത്താവ് പറയാ, മോളെ വിഷമിക്കണ്ട, അടുത്ത 2 സാരി നിൽക്കുന്നുണ്ട്. ഇക്ക അപ്പ ചുംബനം കൊടുത്തു.
താരി കിട്ടിയിട്ടില്ല കേട്ടാ. എന്താ പറഞ്ഞേ? അപ്പൊ വിഷമം തീർന്നു. അതുകൊണ്ടല്ലേ ബെവറേജിൽ ആൾക്കാർ ക്യൂ നിൽക്കണേ. ബീവറേജ് അതന്നെ. ആ ബെവറേജിന് മുമ്പിൽ കഴിച്ചിട്ടാ കഴിക്കേണ്ട അവിടെ നിൽക്കണ. പറയേ ഇവര് കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നതിന്റെ അവർക്ക് എന്ത് ഉഷ്ണതാപം, ഉഷ്ണതാപം. അതുകൊണ്ടോ നമ്മുടെ ആവശ്യമാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ചെയ്യും. അത് ടീച്ചർമാർ ചോദിക്കുക എന്താ കുട്ടികൾ പഠിക്കാത്ത? ഞാൻ പറയും കുമാരനാശാന്റെ കവിത പഠിക്കാൻ ഒരു വർഷം എടുക്കും, ലജ്ജാവതി പഠിക്കാൻ ഒരു ദിവസം വേണ്ടോ? ശരിയല്ലേ? നിങ്ങൾ ആർക്ക് വേണ്ടി കുമാരനാശാനെ പഠിച്ചത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാ? ടീച്ചർക്ക് വേണ്ടിയിട്ട്. ലജ്ജാവതിയ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ സമൂഹത്തിന് നല്ലതെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. ദ മൈൻഡ് സെറ്റ് ആസ് എ ലീഡർ പവർ ഉണ്ടോ? എനിക്ക് ആ കഴിവ് തൃശ്ശൂരുണ്ട്. ഇംഗ്ലീഷ് അങ്ങോട്ട് ഫ്ലുവൻ്റ് അല്ല, അത് പറയരുത്. അതെന്താ? ഐ ലവ് യു ഫ്ലുവൻ്റ് ആവുള്ള, അത് ഫ്ലുവൻ്റ് ആയി. ടീച്ചർമാരെ പഠിപ്പിച്ച മേക്കമി ഫ്ലുവൻ്റ് അല്ലേ? നിർമ്മൽജി മേക്കമി ഫ്ലുവൻ്റ് അല്ലേ? ഹൗ ആർ യു ഫ്ലുവൻ്റ് അല്ലേ? വാട്ട്സ് യുവർ നെയിം ഫ്ലുവൻ്റ് അല്ലേ? ഇതൊക്കെ എങ്ങനെ നിങ്ങൾ ആളെ കാലുമ്പോ തട്ടിയിട്ട് ഗ്രാമറൊക്കെ ആലോചിച്ചിട്ട് ഐ ആം സോറി പറയുന്നത്. ചേട്ടാ ഐ സബ്ജക്റ്റ് വന്നു അല്ല, അയാൾ അപ്പോഴും പോയിട്ടോ ഐ ആം സോറി പറഞ്ഞിട്ട്. ഇതെന്താ? നമ്മൾ എത്ര കാലം പഠിക്കാൻ പോയിട്ട് മിണ്ടാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ട്? പഠിപ്പിച്ച രീതി പോലും തെറ്റാ. ഒരു മലയാളീകരിച്ച് പഠിപ്പിക്കലുണ്ട്. ഹീ കംസ്, അവൻ വരുന്നു. ഹീസ് കമ്മിങ്, വരികയാകുന്നു. ഹാസ് കം, വന്നിട്ടുണ്ട്. ഹാസ് ബീൻ കമ്മിങ്, വന്നുകൊണ്ട് ഇരിക്കുകയാവുന്നു. അന്ന് ഇരുന്നിരിപ്പ നിങ്ങൾ പിന്നെ എഴുത്തില് കാരണം ഇരുത്തി. അങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. അട്ടോളി റോങ് കോൺസെപ്റ്റ്. ഈ സാധനങ്ങളൊന്ന് പഠിപ്പിക്കുന്നത്. രാം കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാം. അപ്പൊ ഒരു പേർ മാഷ അത് പളഞ്ഞ സെന്റൻസിലെ മാഷിൽ പുതിയുണ്ടോന്ന് പിടിച്ചതാന്ന് പറഞ്ഞു. പിള്ളേരോ അങ്ങനത്തെ പിള്ളേരാണ്. ഞാൻ കൊടുത്തു. ഷാരൂഖ് ഖാൻ കിസ്റ്റ് കാജൽ, കാജൽ വാസ് കിസ്റ്റ്. ഓ സാറ് പൊളിയാന്ന്. സാറ് നമ്മുടെ ചങ്ക് ബ്രോ എന്ന്. ചങ്ക് ബ്രോ ഒരു ഭാഷന് നമ്മുടെ ഗഡി മാറിയപ്പോ ചങ്ക് ബ്രോയെ. ഇപ്പോഴത്തെ പിള്ളേര് വേറൊരു ഭാഷ. എന്നാലും പെൺകുട്ടി ട്രെയിനിൽ പറയാ ഹി വാസ് പാവടാ. പാവടയാ? പാവണ്ടാന്ന് പറഞ്ഞ ഹി വാസ് പാവടാ. എനിക്ക് മനസ്സിലാവേണ്ട ഈ ഭാഷ എന്ത് പാട്ടിയൊരു പറയുന്നത്. ഐ ലവ് യു എന്താ പാസ്യ പറയാത്ത? യു ആർ ലവ്ഡ് ബൈ മീ അതെന്താ പറയാത്ത? അതറിയില്ല. അവിടെ ടീച്ചർ പഠിപ്പിക്കാൻ പാടില്ല. ടീച്ചർ അതറിയണ്ടേ? എന്തുകൊണ്ട് രാമൻ രാവണൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അത്ര സിമ്പിളാന്നറിയാ. ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന എഞ്ചിന് പഠിക്കുന്ന ആവശ്യമുണ്ടാ? നോ. ഇത് സകല ഗ്രാമറും പഠിപ്പിക്കായിരുന്നു സ്കൂളിൽ. ഒരു കാര്യമില്ലാന്ന്. സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ്, അവസാനം കോംപ്ലക്സ് ആയില്ലേ? ഒരു കാര്യം ഇതൊന്നും വേണ്ട. വേണ്ടാത്ത സാധനങ്ങൾ മുഴുവൻ കെട്ടി. വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കാൻ മുഴുവൻ ഗ്രാമർ വേണം. വാട്ട് ഈസ് ഇൻട്രോഗേറ്റീവ് വേർഡ്, ഈസ് മോഡേൺ ഓക്സിലറി പ്രൈമറി വേർബ്, ആ മാതിരി യോർ ഇസ് അയ്യോ എന്തൊക്കെ ഇത് ആർക്കാവശ്യം? മിണ്ടാണ്ട് നോക്കൊക്കെ പോയിട്ട് ഞാനതൊക്കെ എൻ്റെ കഴിവിൽ പറയേ പഴയ ഇംഗ്ലീഷ് മറക്കാൻ പറയാം. ഒരു മഷൊക്കെ മറന്നു ഹാപ്പിയായി. ഞാൻ 0 ആരംഭിക്കുക അടിച്ച് പൊട്ടികളുണ്ട്. അത് രസമല്ല. ബേസിക് ഗ്രാമർ അറിയണം. ഈസിന്റെ ഭാഗത്ത് ഓസ് വരരുത്. ഒരുത്തം ഭാര്യയെ പരിചയപ്പെടുത്തിയതാ. ഷി വാസ് മൈ വൈഫ്. വെരി ഗുഡ്. ഭാര്യ ആയിരുന്നു എന്ന് എന്നോട് ഇപ്പം കൂടി ചോദിക്കുക, സാർ ആർ യു സ്മോക്ക്? സാറ് പോകുകയാണോ എന്ന്. താങ്ക് യു. അങ്ങനത്തെ പാട്ടില്ലല്ലോ, പോകുക. ബേസിക് ഗ്രാമർ അറിയാം. പിന്നെ ചിലർക്ക് അതിൻ്റെ ഒരുപാട് വേർഡ്സ് അറിഞ്ഞാൽ ആരെ പറഞ്ഞ ഫ്ലുവൻ്റ് ആവുന്നു. അധികം വേർഡ്സ് ഒന്നും വേണ്ട. 7ാം ക്ലാസ് വരെ പോയി വേർഡ്സ് മതി ഫ്ലുവൻ്റ് ആവാൻ. നിങ്ങൾ മലയാളം സംസാരിക്കുമ്പോൾ വലിയ കട്ടി വാക്കുകൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും ഭർത്താവ് വീട്ടിൽ വരുന്ന സമയത്ത് കമലാക്ഷി അമ്മേ വാതായനങ്ങൾ തുറക്കൂ, നായ കുറച്ച് ശ്വാനനാണല്ലേ, രജനിയായല്ലോ, അന്നം ഭുജിക്കണമെന്ന് ഭാര്യ വിളിച്ചോടി. അത്ര ഉണ്ടായിരുന്നോ? എന്തു ഭാഷയുള്ളത്? രജനിയായി ഇന്ന് രാത്രി എന്ന് പറഞ്ഞ ഇത് ജാലകം തുറക്കൂ, പവനം വരട്ടെ. പവൻ സാർ എന്നാ മരിച്ചു? സൂര്യന് ഒരുപാട് പര്യായില്ലേ? നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടാവും. സൂര്യമോള്, ആദിത്യൻ, അർക്കൻ, ഭാസ്കരൻ, ദിവാകരൻ, ദിനകരൻ, അല്ലേ, പകലോൻ. ഇതൊക്കെ ആരാ? സൂര്യൻ എന്ന് പറയൂ. ബാപ്പ ഭാസ്കർ അസ്തമിച്ചുട്ടാ. അല്ലോ ഞാൻ കാലത്ത് കണ്ട ഭാസ്കരൻ. അങ്ങനെ ആരും പറയൂ? ഇല്ല. ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ആൺകുട്ടി പറയുന്ന പെൺകുട്ടിയോട് ഡാർലിംഗ് ബെസ്റ്റ് ഇംഗ്ലീഷാണ് കേക്ക്, ഐ ആം റൊമാൻറ്റിക്കലി എൻടാങ്കിൾഡ് വിത്ത് യു. അവൾക്കൊന്നും മനസ്സിലായില്ല. അതിൻ്റെ അർത്ഥം ഭയങ്കര ഞാൻ നീയുമായി പ്രണയത്താൽ കെട്ടുപിടഞ്ഞ് കിടക്കാന്ന്. നല്ല ഇംഗ്ലീഷാ. അവൾ പറയും നീ എന്താ പറഞ്ഞേ? ഐ ആം റൊമാൻറ്റിക്കലി എൻടാങ്കിൾഡ് വിത്ത് യു. അവൻ ടൈറ്റാനിക് മൂഡിലാണ്. അപ്പോൾ 5 പ്രാവശ്യം പറഞ്ഞു. കുട്ടി മനസ്സിലാവണില്ലേ? അപ്പൊ അപ്പുറത്തേക്ക് പയ്യൻ പറഞ്ഞു ഡാർലിംഗ് ഐ ലവ് യു. അപ്പോൾ നമുക്ക് പോകാം.
നമുക്ക് ലോകത്ത് ഏത് ഭാഷയും പറയാമല്ലോ. മലയാളത്തിൽ പറയും താങ്കൾക്ക് സുഖമല്ലേ, തമിഴില് നല്ലർക്കങ്കളാ, കന്നഡ ചെന്നാങ്കിതാ, തെലുങ്ക് ബഹനാറേ, ഹിന്ദി ആപ്പ് कैसे है, and ബംഗാളി കമനാച്ചോ, ഇംഗ്ലീഷ് how are you, അറബിക് കൈഫല്ലക്, ഫ്രഞ്ച് കൊമസ്സാവോ, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ വി ഗെറ്റ് സീനൻ, ജാപ്പനീസ് ഹെങ്കി ദസ്ക, നിങ്ങൾക്ക് എല്ലാ ഭാഷയും പറഞ്ഞു. നമ്മൾ തമിഴ് കുറക്കെ പറയില്ലേ പഠിച്ചിട്ട്? ആ തമ്പി ഊറങ്ക എന്നാച്ച് സുട്ടുടുവിൻ ജാഗ്രത കണ്ടിപ്പ് വിടമാട്ടെ സീ വിടുവിൻ നാനൊന്നെ കാതൽക്കരൻ എന്ന് പഠിച്ചാണ് ഞാനത്. അർത്ഥം നാനൊന്നെ പ്രീതിക്ക് പഠിച്ചത് നാനൊന്നെ കാതൽക്കരൻ. അത് ടീച്ചർമാർ പഠിപ്പിച്ചൊന്നുമല്ല. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്ന് അർത്ഥം. ഐ ആം കണ്ടന്റ് ഐ ആം ഹാപ്പി എന്നാണ്. അതേ വേർഡ് തന്നെ കോണ്ടന്റ് എന്ന് വായിക്കണം, അപ്പോഴാണ് ഉള്ളടക്കം. അപ്പൊ മനസ്സിലായില്ലേ? എത്ര കാലം കണ്ടന്റ് പറഞ്ഞു അല്ലേ? സായിപ്മാരെ കളിയാക്കിയിട്ട് കണ്ടന്റ് രണ്ടു ഉച്ചാരണ, കണ്ടന്റും ഉണ്ട് കോണ്ടന്റും ഉണ്ട്. നമ്മളെന്താ പഠിപ്പിച്ചിരിക്കുന്നത്? അതിന്റെ കണ്ടന്റ് പറയാം. ടീച്ചർമാർ ഇത് പണിയുണ്ട് പാവം, അതൊക്കെ നമ്മുടെ പേര് കിടക്കുക. അതേമാതിരി തന്നെ ഉച്ചരിക്കാൻ പഠിപ്പിച്ചില്ല നമ്മളെ. ഞാൻ സായിപ്മാരെ കൂടെ കുറച്ച് കാലം, അവർ മലയാളം പഠിപ്പിക്കാൻ തന്നെ പണി. അമ്മോ ഇംഗ്ലീഷ് പിന്നെയും പഠിപ്പിക്കണ്ട. മലയാളത്തിൽ അവരെ കൊണ്ട് പറ്റില്ല, അത് അവർക്കില്ല. വഴി പുഴ അത് കോഴിക്കോട് കാലിക്കറ്റ് ആക്കിയത്, ആലപ്പുഴ അലപ്പി പറ്റേണ്ടത് ഒരു 10-15 ഇരിക്കും. അപ്പൊ ഞാൻ പഠിക്കും താങ്കൽക്കോ അഞ്ചാക്കലോ കൊഴു. അപ്പൊ ഹാപ്പിയാവും, അനുഭവിക്കും. ഞാനും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യം. അത് അവരെന്നെ ഇംഗ്ലീഷ് ഉച്ചാരണം പിടിച്ചു. അപ്പോഴാണ് മനസ്സിലാവണം നമ്മളൊക്കെ തെറ്റ പഠിപ്പിച്ച ഈ പി എന്ന് പറയുമ്പോൾ അല്പേർ പോണം. എങ്ങനെ അങ്ങനെ people, public, important, inspiration, impact, paper. നമ്മള് ടീച്ചറെ പേപ്പർ ഉണ്ടാ, പേപ്പർ ഭാഗ്യം കുരുമുളകായില്ല പേപ്പർ. പേപ്പർ അങ്ങനെ ഉച്ചരിക്കാൻ പാടുള്ളൂ. അല്പേർ പുറത്തു പോകണം. നിങ്ങൾക്ക് ആ സൗണ്ട് അറിയാം, വീട്ടിൽ പറയാറില്ലേ പുല്ല്, ആ സാധനം ഈ പറയണേ ഞാൻ. അപ്പൊ അറിയാത്ത സൗണ്ട് ഒന്നല്ലല്ലോ. നോക്കടോ ശ്രദ്ധിച്ചാൽ ഇമ്പോർട്ടൻറ്റ്, എൻ്റെ അർത്ഥം ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ട. പി പൊന്തണം. പക്ഷെ ഉച്ചാരണം പി പൊന്തിന് അർത്ഥം മാറും. ഇമ്പോർട്ടൻറ്റ് അർത്ഥം അറിയില്ലേ? കുട്ടികളുണ്ടാവാത്ത പുരുഷന്മാര്. അപ്പൊ ഒരു വൈഫ് പറയാ മൈ ഹസ്ബൻഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വി ആർ 2 children, വണ്ടർഫുൾ. അർത്ഥം നിങ്ങൾക്ക് പിടി കിട്ടിയില്ലേ? അതൊക്കെ അതേമാതിരി ഡബ്ല്യു അല്ലെങ്കിൽ റിപ്സ് റൗണ്ട് പിടിക്കുന്ന എങ്ങനെ? വാട്ട്, വാട്ടർ, റൗണ്ടിലെ സായിപ്പാര് പറയാ വാട്ട്, വസ്. നമ്മുടെ ചുണ്ടൊക്കെ പറഞ്ഞിട്ട് ചപ്പാത്തി പോലും ഇങ്ങനെ പറത്തില്ല. വാട്ടർ വെള്ളം ചാടി, അത് മോട്ടർ അടിക്കില്ല അവിടെ. എന്തു ചെറു വാട്ടർ, വെല്ല്, വിത്ത്. ഇംഗ്ലീഷ് പറഞ്ഞെങ്കിലേ സായിപ്പന്നെ കളിക്കുന്നറിയാ. പറഞ്ഞെങ്കിൽ മൂക്കോടെ സൗണ്ട് വരുന്ന എങ്ങനെ? ഇംഗ്ലീഷ്. എങ്ങനെ? ഇംഗ്ലീഷ്. ഇത് പിടിച്ച പറയാൻ പറ്റില്ല. എന്നോട് പിടിക്കാൻ പറഞ്ഞു, പറയാൻ പറഞ്ഞു ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പൊ ഞാനൊരു കാച്ചി സായിപ്പ് ഞെട്ടി. ഇംഗ്ലീഷ്. സായിപ്പ് പറയാ വണ്ടർഫുൾ. നമുക്ക് വായോടല് പഠിച്ചിരിക്കണേ, അത് പറയാൻ പറ്റില്ല. ഈ സൗണ്ട് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാണെന്നറിയാം ഈ സൗണ്ട്? ഒരു ആൺകുട്ടി പെൺകുട്ടി നിന്ന് സംസാരിക്കാൻ നമ്മൾ സൗണ്ട് വെക്കില്ലേ? അതന്നെ. ഇസഡൊക്കെ തൊണ്ടേന്നാണ്. പിന്നെ നമുക്ക് ഇല്ലാത്ത സൗണ്ട് എടുക്കുന്നുണ്ട്. അയ്യോ ഉച്ചാരണം പഠിച്ചെടുക്കുക വേറെ ത്രില്ലാണ്ടാ. ഞാൻ കുട്ടികൾ പദം പഠിപ്പിക്കുക ശരിക്കും സായിപ്പാക്കളെ പിടിച്ചിട്ടാ പറഞ്ഞ വെറുതെ വരും. പിന്നെ ആദ്യം സൗണ്ട് പഠിപ്പിക്കുക, സംഗീതത്തിലെ സ്വരങ്ങക്ഷങ്ങളെ പിള്ളേരെ അടിച്ചു പൊളിച്ചു തുടങ്ങിയില്ല. അങ്ങനെ ആക്കും ഞാൻ. എനിക്കൊരു ഭ്രാന്ത് എന്താ അറിഞ്ഞുകൂടാ, ഒരിടത്തിന് വെറുതെ വിടാൻ പാടില്ല. തൃശ്ശൂര് ബിടെക് പഠിച്ച് MBA പഠിച്ചിട്ട് ഒക്കെ കറങ്ങി നടക്കുക. തൃശ്ശൂര് ഭാഗ്യ വഴി തെറ്റില്ല. ഇതിനുമ്പോൾ ഞങ്ങളുടെ അവിടെ റൗണ്ടല്ലേ കണ്ടു. നീ ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. ഭാഗ്യം വഴി തെറ്റി പോണില്ല. എന്ത് കഷ്ടമാണോ. നല്ല പിള്ളേർ ഇങ്ങനെ ആക്കാൻ പാടണ്ട. വേണ്ട, പ്രസവിക്കിന് മിനിമം 9 മാസം വേണ്ടേ? ഐശ്വര്യക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ? ഞാൻ മിസ് വേൾഡ് ആയിരുന്നു, ഒരു 4 മാസം പ്രസവം വന്നു. അതില്ല, അതിന് സമയം കൊടുത്തിട്ടില്ലേ? അതുമാതിരി ലാംഗ്വേജിന് സമയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും ലാംഗ്വേജ് ഇംഗ്ലീഷും ഹിന്ദി പഠിക്കുന്ന സമയമായിപ്പോ അല്ലേ? ഇപ്പൊ എല്ലാവരും ഹിന്ദി പറഞ്ഞു തുടങ്ങിയില്ലേ? ഞാൻ ഹിന്ദി പഠിക്കുന്നിട്ടിപ്പോ എവിടെ പോലും ഹിന്ദിക്കാരെ പോ. നിങ്ങൾ എപ്പോഴും അറിവിനായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾ പറയാ എന്താ നിങ്ങൾക്ക് അറിവുണ്ടാക്കിയ പ്രശ്നം? ബുക്സ് വായിക്കണോ? എഡ്യൂക്കേറ്റ് യുവർസെൽഫ്. അറിവാണ് ഏറ്റവും വലിയ അറിവ്. ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നോളജ് ഈസ് ദ വെപ്പൺ ഓഫ് എ പൂർ മാൻ. നോളജ് ഈസ് ദ വെപ്പൺ ഓഫ് എ പൂർ മാൻ. അത് മറക്കരുത്.
അറിവിൽ നിന്നാണ് അസത്തോമ സദ്ഗമയ വന്നത്, തമസോമ ജ്യോതിക. ആ തമസങ്ങൾ ജ്യോതിരമണി വരട്ടെന്നേ. അറിവ് വന്നപ്പോഴല്ലേ ശങ്കരാചാര്യ പറഞ്ഞത് അഹം ബ്രഹ്മാസ്മി, ഞാനും പ്രപഞ്ചം ഒന്നായിട്ട് എന്ന് പറയുന്നത് ട്രൂ. ഇവിടെ ജനിക്കുമ്പോൾ ആർക്കും അറിവ് കൊടുത്തിട്ടില്ലല്ലോ, ഒക്കെ വായിച്ചും പഠിച്ചെടുത്തല്ലേ. നിങ്ങളൊരാൾ അറിവുള്ള ആളെ കാണുമ്പോൾ അതൊരു അത്ഭുതമല്ല. നോക്കൂ, ഒരു മജീഷ്യൻ ഒരു അത്ഭുതമല്ല. ഇപ്പം എൻ്റെ ശിഷ്യന്മാർ ഒരുപാടുണ്ട് മെന്റലിസ്റ്റുകൾ. ആദി മെന്റലിസ്റ്റ് എൻ്റെ ശിഷ്യനാണ്. അതേമാതിരി തന്നെ മഹേഷ് കാപ്പിൽ. ഇപ്പം എൻ്റെ പുതിയ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട്, കേരളം IQ മാൻ ഓഫ് കേരള. ഐൻസ്റ്റൈനും ബ്രെയിനുള്ള പയ്യൻ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പം അവനെ ഞാൻ ട്രെയിൻ ചെയ്യാണ് ഹൗ ടു ബിക്കം എ പ്രൊഫഷണൽ. എങ്ങനെ ഇംഗ്ലീഷ് പറയാം. അവനെ വേൾഡ് റൂം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് റൂം വിളിച്ചു, കൊല്ലത്തിലെ പയ്യന. അവനെ വേൾഡ് റൂം അജി ഐ എം ട്രെയിനിങ് ഉണ്ടോ. എൻ്റെ അടുത്തൊരു പയ്യൻ വന്നു, അവനെ കൊണ്ടുവന്ന പയ്യൻ സുബ്രത് എന്ന് പറഞ്ഞിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള പയ്യനാ വന്നത്. അച്ഛൻ മാഷ എന്ത് ചെയ്യാൻ പറ്റും, ഇരുത്താൻ പറഞ്ഞ അവിടെ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇരുത്താൻ പഠിപ്പിച്ചിട്ട് പിന്നെ MBA ഫ്രം രാജഗിരി, അത് കഴിഞ്ഞ് IIM എന്ന് എടുത്തവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ ഹാർവർഡ് യൂണിവേഴ്സിറ്റി അമേരിക്ക, നൗ ടെഡ് സ്പീക്കർ, SCF കമ്പനി. അത് നിങ്ങൾ പറഞ്ഞ ഡയലോഗാണ്, എനിക്ക് യോഗം വേണമെന്നല്ലേ. ഒരു ഗുണ്ട എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നു വർഷങ്ങൾക്ക് മുമ്പ്. അവനെ കൂട്ടുകാരെ കണ്ടു, മാഷ ഇവൻ പഠിക്കാൻ വരില്ല. അവൻ മാഷ്കൊണ്ടറിയോ ഇല്ല, അവൻ നാട്ടിലെ ഗുണ്ടയാണ്. അപ്പൊ അവനൊരു ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നത് ഇന്റർനാഷണൽ ഗുണ്ടിയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? അല്ലെങ്കിൽ അവന് നോക്കിയയുടെ അവസ്ഥ വരില്ലേ? നോക്കിയാൽ പോലും പിന്നെ കാണില്ല, അപ്ഗ്രേഡ് ചെയ്യണ്ടേ? നോക്കിയാണ് ഉണ്ടായിരുന്നത്, ഔട്ടായില്ലേ? അവനെ പിടിച്ച് ഫ്ലുവൻ്റ് ആക്കി. ഇവന്റെ പ്രത്യേകത അറിയാ, ഇവന് ഇഷ്ടപ്പെട്ട കുട്ടീനെ ട്യൂഷൻ മാഷ് കളിയാക്കി ആ രാത്രി സെന്റർ ദീപിച്ചവൻ വെട്ടാൻ പോയി. മാഷോട് ഇഷ്ടപ്പെട്ടു. അവനാണ് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിരിക്കുന്നു. വടിവാളിലെത്ത് ഭാഗ്യം, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടാ, ഡോണ്ട് വറി. അവനെ എനിക്ക് ഇങ്ങനത്തെ പിള്ളേർ വാങ്ങി ഞാൻ പറയാറുണ്ട്, ദേ ആർ നോട്ട് യൂസ്ലെസ്. അവൻ ഇൻബോൺ ഗുണ്ടിയെന്നല്ലോ, ഇൻബോൺ ഡ്രങ്കാർഡ് ഇല്ലല്ലോ, ഇൻബോൺ എഡ്യൂക്കേറ്റഡ് ഇല്ലല്ലോ, നോ ഇൻബോൺ ബട്ട് മെയ്ഡ് ബിക്കോസ് ഓഫ് സർക്കംസ്റ്റാൻസസ്. പിടിച്ചു കൊടുത്ത് അവന്റെ ചിപ്പ് അങ്ങോട്ട് പോയി. കാരണം ഹീ ഈസ് നോട്ട് യൂസ്ലെസ്, യൂസ്ഡ്ലെസ്, നോട്ട് കെയർലെസ്, കെയർഡ്ലെസ്. ആ ട്രെയിനിങ് കൊടുത്തു. കാരണം ഉള്ളിലുണ്ടെന്നേ, പുറമേ ഒന്നും കൊണ്ടുവരണ്ട, അവനെ കൊണ്ട് ചിന്തിപ്പിച്ചാ മതി. Make him think everything is within him. അതാണ് സ്വാമി അന്തം പറഞ്ഞത്, എഡ്യൂക്കേഷൻ is a manifest of perfection all in man. ഒരു മനുഷ്യന്റെ ഉള്ളിൽ എല്ലാം കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ എല്ലാം അവന്റെ ഉള്ളിലുണ്ട്. അത് പുറത്ത് കൊണ്ടുവരുന്നതാണ് എഡ്യൂക്കേഷൻ. അതേ ഞാൻ ചെയ്തുള്ളൂ. ഇന്നവൻ MBA എടുത്ത് ഇംഗ്ലണ്ടിൽ നിന്നാണ്, ഹോസ്പിറ്റാലിറ്റി മാനേജർ ഫ്രം സ്വിറ്റ്സർലാൻഡ്. Now he is international trainer, corporate trainer. ഇന്ന് നാം പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആണ് ഹൗ ടു റെസ്പെക്ട് അതേഴ്സ്. അത്രേ ഉള്ളൂ. വെട്ടാൻ നടന്നവനെ അടിക്കാൻ നടന്നവന് ഉപയോഗിക്കുന്ന സബ്ജക്റ്റാണ് ഇപ്പം എന്ത്, എങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാവുന്നത്. ചിപ്പ മാറ്റി, അവൻ ചെരുപ്പല്ല മാറ്റി. മനസ്സിലായി? വേറൊരു പയ്യൻ വന്നു, അത് വേറെ ഗുണ്ടാണ്, വടിവാൾ കുടിക്കുന്ന പയ്യൻ അടുത്ത് വന്നതാ. അവനെ പിടിച്ച് കിട്ടി. എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ട്രെയിനിങ് ആരും മനസ്സിലായി ഇവൻ എങ്ങനെയാണെന്നുള്ളത്. മാഷ രക്ഷപ്പെടണം, വാ മോനെ. ട്രെയിനിങ് കൊടുത്തു, കയറ്റി കൊണ്ടുവന്നു അസിസ്റ്റന്റായി. ഇന്ന് ഇന്ത്യയിലെ അവനൊരു കമ്പനി കയറി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കമ്പനി കയറിയിട്ട് 8 മാസം കൊണ്ട് ഇന്ത്യയിലെ നമ്പർ 1 സെയിൽസ്മാനായിട്ട് അവർ റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് അവൻ ആദരിക്കാൻ കൊറിയയുടെ വൈസ് പ്രസിഡന്റ് വന്നു, 5 സ്റ്റാർ ഹോട്ടൽ ഇൻ തെലങ്കാന. അപ്പോൾ എന്ന് പറയും, അതിനൊക്കെ യോഗമല്ല, ട്രെയിനിങ്, ഫെലിസിറ്റേറ്റിംഗ്. ദെയർ ഈസ് എ പവർ വിത്തിൻ us. അതൊരു പോസിറ്റീവ് പവറിൽ കൊണ്ടുവരണം. നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, നമ്മുടെ ഏറ്റവും വലിയ പവർ അറിയോ, ജന്മന കിട്ടിയിട്ടുണ്ട്, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അതാരും പഠിപ്പിച്ചെന്നില്ലല്ലോ. ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത്. നമ്മളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വ്യക്തിയായി മാറും. അബ്സല്യൂട്ട്ലി ട്രൂ. എൻ്റെ അനുഭവം 30 വർഷം ട്രെയിനിങ് എക്സ്പീരിയൻസ് പറയാണ്. എവിടെ ജനിച്ചോട്ടെ, വളരാനുള്ള സാഹചര്യം കിട്ടുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കുട്ടിയും ക്ലാസ്സാണ്. ഒരു ടാലന്റ് ഇല്ലാതെ ഒരാളും ജനിച്ചിട്ടില്ല പറയുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ സമ്മർദ്ദത്തിൽ അടിമുള്ള പോലെ പോകുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജന്മി കുടിയാൻ കാലഘട്ടം, ഓക്കെ, ജന്മിയും കുടിയാനും, വ്യവസായ വിപ്ലവം, തൊഴിലാളി മുതലാളി, പിന്നെ ഇൻഡസ്ട്രി, പിന്നെ വന്നത് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പൊ അറിവ് എല്ലാവർക്കും വന്നു. ഇന്ന് ഡിജിറ്റൽ വേൾഡാണ്. ഈ വേൾഡിൽ ആർക്കും എവിടെ ചെന്ന് എവിടെ വളരാനുള്ള സാഹചര്യമാണ്. എന്നിട്ട് നമ്മുടെ മനസ്സിലെന്താ, നമ്മൾ പാവങ്ങളാണ് മക്കള്, മിണ്ടിപ്പോവരുത്. ഒരു കുട്ടിയെ നശിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, മോനെ നമ്മളൊക്കെ പാവങ്ങളാണ്, ഇനി പറയരുത്. മോനെ നീ ജനിച്ചിരിക്കുന്നത് ഒരു ജീനിയസ് ആണ്. എന്തേ പറയാത്ത?
നമ്മുടെ പരാജയം മക്കളടിച്ചേൽപ്പിക്കരുത്. നമ്മുടെ സാഹചര്യം മക്കളടിച്ചേൽപ്പിക്കരുത്. നമ്മൾ മാറണം, നമ്മുടെ തലമുറ മാറണം. ഇതായിരിക്കണം ചിന്ത. വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം ഒരു സെന്റൻസ് ഉണ്ട്, അറിയോ നിങ്ങൾക്ക് എന്തത്? ഇന്ന് നീ നാളെ ഞാൻ. ടുഡേസ് യുവേഴ്സ് ബട്ട് ടുമോറോ ഇസ് മൈൻ. നമ്മൾ പഠിപ്പിച്ചതിന് വേണ്ടിയിട്ടല്ല, മരണത്തിലാണ്. ശങ്കരക്കുറുപ്പിന്റെ കവിത, ഇന്ന് നീ നാളെ ഞാൻ. മരിച്ചിട്ട് വല്ല കാര്യമില്ല, ജീവിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പഠിക്ക്. ഇന്ന് നീ നാളെ ഞാൻ കയറി ഷൈൻ ചെയ്തോ. ടുഡേസ് യുവേഴ്സ് ടുമോറോ ഇസ് മൈൻ. ഒരാളെന്ന് വണ്ടി ഓടിക്കാൻ എക്സ്പെർട്ട് ആകുമ്പോൾ അവനൊരു ബിഗിനർ ആയിരുന്നു, ശരിയല്ലേ? നമ്മൾ ഇന്ന് ബിഗിൻ ചെയ്യുമ്പോൾ എക്സ്പെർട്ട് പോകണ്ടാവില്ലേ? നാളെ എക്സ്പെർട്ട് അല്ലേ? അപ്പോഴും ബിഗിനർ ഉണ്ട്. ഏത് ഫീൽഡിലും എക്സ്പെർട്ടും ഉണ്ട്, ബിഗിനർ ഉണ്ട്. ആ എക്സ്പെർട്ട് എന്തായിരുന്നു? ബിഗിനർ. ആ ബിഗിനർക്ക് എന്താവാം? എക്സ്പെർട്ട് ആവാം. ധാരെ കുത്തകൊന്നല്ല, സക്സസ് ധാരെ കുത്തകൊന്നല്ല. തീരുമാനം എടുക്കണം. ഇന്നു മുതൽ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യം ഞാൻ പറയാം. ഒന്ന്, ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് ഹെൽത്ത് അല്ലേ? ഇപ്പൊ നമ്മളിവിടെ വരാൻ കാരണം ഹെൽത്ത് ചെയ്തുകൊണ്ടല്ലേ? ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്യും. നമ്മുടെ പെർമനന്റ് അസറ്റ് നമ്മുടെ ബോഡിയാണ്. എവിടെ പോയി സാധനം കൂടെ വരില്ലേ? തലവേദന വന്ന് തല ഉരുവിക്കാൻ പറ്റുമോ? തലവേദന ഉരുവിച്ചത് ഭയങ്കര വേല. ഡ്രസ് ഊരാം, ബോഡി ഊരാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾവേസ് വിത്ത് യു, ശരിയല്ലേ? നമ്മുടെ ബോഡി നമ്മുടെ അസറ്റാവാം, അസറ്റാവാം. എന്നും വേദന, എന്നും അസുഖ. കാരണം 80% അസുഖത്തിന് കാരണം മാനസികാവസ്ഥയാണ്. അത് ഞാൻ പറയാൻ സമയമൊക്കെ വേറെ ക്ലാസ്സുകളാണ്. നമ്മുടെ ബോഡി കാലത്തൊരു നടക്കുക, എക്സസൈസ് ചെയ്യുക, സൂര്യ നമസ്കാരം ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്യുക. പറയണിപ്പ ചെയ്യാൻ കുറെ ബുദ്ധിമുട്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞോളെ, ഭക്ഷണം പറയേ വൈകുന്നേരം എക്സസൈസ് ചെയ്യാൻ മതിയില്ലേ? ആ സമയമാകുമ്പോൾ പറയും ഭക്ഷണം കുറച്ചാൽ മതിയില്ലെന്ന്. ജന്മത്തിൽ നടക്കില്ലേ, ശരിയല്ലേ? അപ്പൊ ആദ്യം എൻ്റെ ഫസ്റ്റ് റിക്വസ്റ്റ്, നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം ഫസ്റ്റ്. 2, ജീവിക്കാനുള്ള നല്ല വരുമാനം ഉണ്ടാവണം. നിങ്ങളുടെ അറിവും കഴിവും എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കാൻ. ഒരു സോഴ്സുള്ള മാത്രം എനിക്ക് ഉണ്ടാക്കല്ലേ, മൾട്ടിപ്പിൾ സോഴ്സ് ഇൻകത്തിന്റെ കാലഘട്ടമാണത്. സ്വയം പര്യാപ്തത്തിൽ ആർക്കും വളരാവുന്ന കാലഘട്ടം. ചില ആൾക്കാരുണ്ടായിരുന്നു, എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യ. മണി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓപ്പറേഷൻ മണി വേണം, അത് വേണം. എഡ്യൂക്കേഷൻ അത് മണി വേണം. പിന്നെ ട്രാവലിംഗ് അത് മണി വേണം. ഡ്രസ് മണി വേണം. എല്ലാവരും മണി വേണം. മോർ മണി, മോർ ഓപ്ഷൻസ്. മണി വന്നുകൊണ്ട് ഒരാൾ മനുഷ്യൻ നശിക്കില്ല. അങ്ങനെ ടെൻഡുൽക്കർ വൃത്തികെട്ട മനുഷ്യനില്ലേ? ആരും പറയണ ടെൻഡുൽക്കർ വൃത്തികെട്ട കോടിച്ചിരുന്ന്. റഹ്മാൻ പറയുന്നുണ്ട് വൃത്തികെട്ട കോടിച്ചിരുന്ന്. റൊണാൾഡോയും മെസ്സിയും പറയുന്നത് വൃത്തികെട്ടെന്ന് പറയുന്നുണ്ട്. അവരവരുടെ ടാലന്റിലെ പൈസ ഉണ്ടാക്കണേ. അവരവരുടെ ടാലന്റിൽ ഉപയോഗിക്കുന്നേ. ബിൽഗേറ്റ്സ് ടാലന്റ് ഉപയോഗിച്ച്. നമുക്കറിയാം മഫിയ, അത് നെഗറ്റീവ്. പോസിറ്റീവ് മണി ഉണ്ടാക്കി കൂടെ. യൂസഫിലേക്ക് മണി ഉണ്ടാക്കണില്ലേ? നിങ്ങൾക്കറിയോ, മണി ഇല്ലാണ്ട് ആണ് 95% പ്രസന്റ് ആവുന്ന. മണിന്റെ 5% ഉണ്ട്, 5%. മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ? ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മണി വേണ്ടേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. മണി നിങ്ങൾക്ക് അർഹിക്കുന്ന മണി കഴിയൂടെ, ശരിയല്ലേ? ഒരു GM-ന്റെ പൈസ അല്ലല്ലോ സെക്യൂരിറ്റി ഗാർഡിന്റെ. ആരും പറ്റിക്കരുത്, ചതിക്കരുത്. കഴിവും അറിവും കൂട്ടി മണി ഉണ്ടാക്കിയൂടെ? എസോറ് ഞാൻ പറയുന്ന ആളാ. അതല്ല ഈ സിംഗേഴ്സ് ചെയ്യുന്നത്. ഷയ ഗോഡ്സിന്റെ പൈസ വരുന്നത് എങ്ങനെയാ സാറേ? സിംഗ് ചെയ്തിട്ടല്ലേ, ഒരുപാട് പഠിച്ചു പാടിയിട്ടല്ലേ? അപ്പൊ യു ഡിസേർവ് മണി. നിങ്ങൾ മണി ഉണ്ടാക്കണ്ട, മണി വന്നോളും. ബി ദ ബെസ്റ്റ്. അങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ വളർത്തുന്നവർ നിങ്ങൾ, ശരിയല്ലേ? യു ആർ ദ ലീഡേഴ്സ്. ഇതവരെ പഠിപ്പിക്കണം. ഞാൻ പറയാറുണ്ട്, ഈ സമൂഹത്തിന്റെ പ്രശ്നം മോശപ്പെട്ട ആൾക്കാരുടെ വയലൻസ് അല്ല, നല്ല മനുഷ്യന്മാരെ സൈലൻസ് ആണ്. നല്ല മനുഷ്യർ പൈസ ഉണ്ടാക്കില്ല. മോശപ്പെട്ട അത് അവർ കൺട്രോൾ ചെയ്യും. നമുക്ക് വേണ്ട അറിയും കാരണം അറിയാം, നമ്മുടെ സമൂഹത്തിന് വേണ്ടത് എൻലൈറ്റൻഡ് ഓൺട്രപ്രണർ. ക്യാഷ് ഉള്ള മനുഷ്യരായിരിക്കണം, നല്ല മനസ്സുണ്ടാവണം. ആലോചിക്കുക, നിങ്ങൾ കയ്യിൽ ക്യാഷ് ഉണ്ടാവുക, നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണ് എൻലൈറ്റൻഡ് ഓൺട്രപ്രണർ. അത് കുറച്ചുള്ളൂടെ. ഇനി നല്ല മനസ്സുണ്ട്, ക്യാഷ് ഇല്ല, ക്യാഷ് ഉണ്ട് എന്തില്ല. അപ്പൊ ഈ സമൂഹം നശിക്കും. നിങ്ങൾ ഉണ്ടാക്കേണ്ട സമൂഹത്തിൽ എൻലൈറ്റൻഡ് ഓൺട്രപ്രണേഴ്സ്, എൻലൈറ്റൻഡ് പ്രൊഫഷണൽസ്. നല്ല മനസ്സുള്ള ഡോക്ടർ നല്ലതല്ലേ? നല്ല അധ്യാപകൻ നല്ലതല്ലേ? ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, ഏത് ബിസിനസ് ആയിക്കോട്ടെ, നല്ല മനസ്സ് കൂടി ഉണ്ടാവണം. അപ്പോഴാണ് സമൂഹത്തിന് നന്മ ഉണ്ടാവുക. അത് ഞാൻ പറഞ്ഞു വരുന്നത്. 1, നമുക്ക് നല്ല ബോഡി ഉണ്ടാവണം. 2, ഇൻകം ഉണ്ടാവണം. അത്യാവശ്യം ആർത്തില്ല പറഞ്ഞത് നന്നായി ജീവിക്കുന്നത്. 3, കുറെ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ സമൂഹത്തെ സെർവ് ചെയ്യണം. അത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അത് മറക്കരുത്. ആരോഗ്യമുള്ള ശരീരം ആദ്യം, ശാന്തമായ മനസ്സ്. അത് മെഡിറ്റേഷൻ പറയുന്ന ഇത് മെഡിറ്റേഷൻ പ്രയർ വേണം. നിങ്ങൾ കുളിക്കില്ലേ? ഇല്ലേ? ഇത് പുതിയ പരിപാടി പോലെ
അല്ല, ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾക്ക് വിഷമിക്കും. ഇത് നമ്മൾ കുളിക്കുമ്പോൾ ഷാമ്പു തങ്ങയൊക്കെ മേത്തില്ലേ, സോപ്പിടുന്നില്ലേ? നമ്മളാണ് ദേഹത്ത് ഡർട്ടിയാക്കി നല്ല ആയിപ്പോയതല്ലേ? ഇത് ഫിസിക്കൽ ബാത്ത്. നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് കളയാനാണ് പ്രയർ, മെഡിറ്റേഷൻ. അത് സ്പിരിച്വൽ ബാത്ത്, മെന്റൽ ബാത്ത്. അതിന് സമയമില്ല. കുളിക്കാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ, അയ്യോ മുടി ഹായ് കണ്ടീഷണർ. മനസ്സിന്റെ കണ്ടീഷൻ നന്നാക്കാൻ എന്ത് പ്രയർ? ആര് പ്രാർത്ഥിക്കുന്നു മര്യാദയ്ക്ക്? വെറുതെ ഒരു ചടങ്ങ് ചൊട്ടമൊക്കെ പോവും. ഞാനൊക്കെ കാലത്ത് 10 മിനിറ്റ് ആത്മാർത്ഥമായിരുന്നിട്ട് നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് പ്രയർ ഓർ മെഡിറ്റേഷൻ. അത് ചെയ്തിരിക്കണം. അപ്പോഴാണ് മനസ്സ് ഞാനുണ്ടല്ല 99% ഞാൻ പോസിറ്റീവാണോ, 1% മാത്രം ഞാൻ നെഗറ്റീവായിട്ടുള്ളൂ. കാരണം നിങ്ങൾക്കത് അതെനിക്ക് ഇതുവരെ മാറ്റാൻ പറ്റിയില്ല. ആഗ്രഹമില്ല ഉണ്ടല്ല, മൈ ബ്ലഡ് ഈസ് സോ നെഗറ്റീവ്. അതന്നെ അത് മാറ്റാൻ പറ്റും എനിക്ക്. അല്ലാതെ ഇതെന്താവും നെഗറ്റീവ് മനുഷ്യന്റെ അടിപൊളി മലയാളികളാണെന്നുള്ള. ആദ്യം നമ്മുടെ ശരീരം ഉണ്ടാവണം, ശാന്തമായ മനസ്സ്, സ്നേഹമുള്ള ഭവനം. വീട്ടിൽ സ്നേഹമില്ലേ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എന്താ കാര്യം? സ്നേഹമുള്ള ഭവനത്തിൽ നിങ്ങൾക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ പ്രാകണ അമ്മമാരുണ്ട്. എനിക്ക് എന്നീ പണിയാ ഭക്ഷണം ഉണ്ടാക്കല്. സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് എങ്ങനെ പറയാൻ പറ്റണ? എനിക്ക് എന്നീ പരിപാടിയുള്ളോ? നിങ്ങൾ വെറുത്തിട്ടാണോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? ആ ഭക്ഷണം എന്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ? നിങ്ങളുടെ സ്നേഹം അതിലെ ഇറങ്ങിച്ചെല്ലണം. സ്നേഹിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണം. ഡ്രസ്സ് അലക്കുമ്പോൾ എനിക്ക് പണിയോ ഇയാളെ ഡ്രസ്സ് അലക്കണ്ട, കഷ്ടം. സ്വന്തം വീടടിക്കുമ്പോൾ എനിക്കൊന്ന് അടിച്ചു പോരണം. ആ വീടിന്റെ വൃത്തി. നിങ്ങളാണ് ഭവനം. അത് വെറും ബിൽഡിംഗ് മാത്രമല്ലേ ഭവനം, അത് ഹൗസ്. നമ്മളാണ് കുടുംബം. സ്നേഹമുള്ള കുടുംബം ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റ് ആണ്. ആരോഗ്യമുള്ള ശരീരം, ശാന്തമായ മനസ്സ്, സ്നേഹമുള്ള ഭവനം, ജീവിക്കാനുള്ള വരുമാനം, പിന്നെ സമൂഹത്തെ സേവ് ചെയ്യാനുള്ള മാനസികാവസ്ഥ, മനോഭാവം. ഈ 5 കാര്യങ്ങൾ മതിയുടെ ജീവിതം. ശരിയല്ലേ? ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ സബ്ജക്റ്റ് നിങ്ങൾക്കറിയാം, ശാന്ത, ക്ഷമ. എൻ്റെ എത്ര കാലം ചോദിക്കാം, മാഷൊരു മനുഷ്യന് വേണ്ടി ഏറ്റവും വലിയ ക്വാളിറ്റി എന്നറിയാം, ക്ഷമ. ഒന്നൊന്നര സാധന. നമുക്കിഷ്ടതല്ല ആങ്കർ. എന്താണ് ആങ്കർ? മുമ്പിൽ ഡി വെച്ചെന്താ? ശ്രദ്ധിച്ചിട്ടാ? ദേഷ്യം വന്നിട്ട് എന്തൊക്കെ സംഭവിക്കില്ലേ? സാരി വലിച്ചു കീറുക, വീട്ടിലെ ഭക്ഷണം വലിച്ചെറിയുക, മൊബൈൽ പൊട്ടിയ ആൾക്കാരൊക്കെ ദേഷ്യം വന്നിട്ട് ബന്ധം ഒഴിവാക്കിയ ആൾക്കാർ. ഒരു മൊമെന്റ് ഓഫ് ഇംപേഷ്യൻസ് വിൽ മേക്ക് യു പേഷ്യന്റ് ഫോർ എവർ. എൻ്റെ വലിയ ഫ്രണ്ട്സ് അത് കിട്ടുന്നില്ല. ക്ഷമ എന്നൊരു സാധനം ഉണ്ടെങ്കിണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിലെ 90% പ്രശ്നം തീരും. ഒരു നിമിഷം ക്ഷമിച്ചേക്കാളെ മനസ്സ്. അതുകൊണ്ട് ക്രൈസ്റ്റ് പറഞ്ഞ് 7 പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞ എൻ്റെ ബേസ് അതാണ്. അത് 7x70 അല്ല, 7x7x7. അങ്ങനെ 7 പ്രാവശ്യം 7. ഇൻഫിനിറ്റ് പേഷ്യൻസ്. അനന്തമായ ക്ഷമയുള്ളവന് ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റും. ഞാൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന 1 കോൺസെൻട്രേഷൻ, 2 പേഷ്യൻസ്. ഇത് മതി. ലേൺ ചെയ്യാനുള്ള കോൺസെൻട്രേഷനും ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള പേഷ്യൻസും. ലേൺ ചെയ്യാനുള്ള പഠിക്കാൻ വേണ്ടിയുള്ള കോൺസെൻട്രേഷൻ. അതാണ് വേണമെന്ന് സ്വാമി പറഞ്ഞത്. എനിക്കിനി കോൺസെൻട്രേഷൻ മതി. ലേൺ ചെയ്യാനുള്ള കോൺസെൻട്രേഷനും ആൾക്കാരെ ഡീൽ ചെയ്യുമ്പോഴുള്ള ക്ഷമയുമാണ് ഞാൻ പഠിച്ചെടുത്ത 2 കാര്യങ്ങൾ. ഇത് 2 ഇതാണ് എൻ്റെ വിങ്സ് ഓഫ് ഫയർ. കോൺസെൻട്രേഷനിലൂടെ എൻ്റെ എബിലിറ്റി കൊണ്ടുവരുന്നു. ക്ഷമയിലൂടെ എൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നു. എബിലിറ്റിയും ക്യാരക്ടറും ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നല്ല മനുഷ്യനാവുക. നല്ല ക്യാരക്ടർ, എബിലിറ്റി മാത്രം ഉണ്ടായാൽ, ക്യാരക്ടർ ഇല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ്. ക്യാരക്ടർ ഉണ്ട്, എബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. ബ്ലെൻഡ് ഓഫ് ബോത്ത്. അങ്ങനെ ലീഡേഴ്സായി നിങ്ങൾ മാറണം. ക്യാരക്ടർ പ്ലസ് എബിലിറ്റി ഈസ് ഈക്വൽ ടു ദ ഇന്റഗ്രിറ്റി ഓഫ് എ റിയൽ ലീഡർ. അതാണ് നിങ്ങൾ ആവേണ്ടത്. അപ്പൊ നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യുള്ളൂ. ആൾക്കാരെ സ്നേഹിക്കുന്ന, പറയില്ലേ, മനുഷ്യനെ സ്നേഹിക്കുന്ന, മഹത്ത് ആദർശമുള്ള, മാനവികത ഉൾക്കൊണ്ട ആദർശമുള്ള ഒരു പുതിയ മനുഷ്യനാവാനുള്ള ഒരു ത്വര നമുക്ക് ഉണ്ടാവണം, ആർജവം ഉണ്ടാവണം, അഭിലാഷം ഉണ്ടാവണം, അഥമമായ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കയറി വരും. അതാണ് ഞാൻ പറയുന്നത്. ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം എന്താ, ഇവിടെ നമ്മളൊരു പോവും. അതിനു മുമ്പ് നമുക്ക് നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ്. അതാണ് അച്ചീവ്മെന്റ്. മറ്റുള്ള ഹൃദയങ്ങളെ ടച്ച് ചെയ്യുക, മറ്റുള്ള വേദനകൾ ഇല്ലാതാകാൻ ശ്രമിക്കുക. അതിനൊക്കെ വലിയ സോഷ്യൽ സെറ്റപ്പ് എന്നുള്ളത്. നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണം, ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു ഭാഗത്ത് ഉത്തരവാദിത്തം ഉണ്ടാവും. ഫാമിലി നന്നാക്കണം. ഫാമിലി നന്നാക്കാതെ, കുടുംബത്തെ നന്നാക്കാതെ സമൂഹത്തെ നന്നാക്കിയിട്ട് കാര്യമില്ല. എന്നാൽ കുടുംബം മാത്രമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് ആണ്. ഇതൊരു ബ്ലെൻഡിങ് ആണ്. സ്വന്തം കുടുംബത്തെ ഒരു ഭാഗത്തും മറുഭാഗത്ത് സമൂഹത്തെയും ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു ബാലൻസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ദ ട്രൂ ഹ്യൂമാനിറ്റി. അതാണ് മനുഷ്യൻ ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വളരുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ പോലെ കുടുംബശ്രീയുടെ ആ സ്ത്രീ എന്ന വേർഡിന്റെ അർത്ഥം അതാണ്.
പഴയ കാലത്ത് പറഞ്ഞു ഷേക്സ്പിയർ, ഫ്രയൽറ്റി ഡൈനമിസ് വുമൺ, ചപലതയെ നിന്റെ പേരെ സ്ത്രീ എന്ന് നിങ്ങൾ തെളിയിച്ചു. എങ്ങനെ? എബിലിറ്റി ഡൈനമിസ് വുമൺ, കഴിവുള്ളവളാണ് സ്ത്രീ എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കുടുംബശ്രീ. ഇന്ദിരാഗാന്ധി എഴുതുന്നു നെഹ്റുവിന്, ജയിലിൽ കിടക്കുന്ന പിതാവിനെ, പിതാജി സ്റ്റഡിങ് ഹിസ്റ്ററി ഈസ് ഇൻട്രസ്റ്റിംഗ്. തിരിച്ചെഴുതുന്നു നെഹ്റു, പ്രിയദർശിനി, my dear daughter, studying history is interesting, but more interesting, create a history. ചരിത്രമുണ്ടാക്കിയില്ല അവർ. എന്തുകൊണ്ട് ഡയാനെ ഓർക്കുന്നു? സമൂഹത്തെ സേവിച്ചുകൊണ്ടാണ്. ഒരു കുട്ടിയെ പോലും പ്രസവിക്കാത്ത മദർ തെരേസ അമ്മയായി മാറി സമൂഹത്തെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ മദർ തെരേസ പറയുന്നു, ഇൻസ്റ്റോ ബ്ലേമിംഗ് ഡാർക്ക്നെസ് ലൈറ്റ് എ കാൻഡിൽ. അന്ധകാരത്തെ വഴിക്കല്ല ഒരു മെഴുതിരി കത്തിക്കാൻ. അവർ പറയുന്നു, യുവർ കോൺട്രിബ്യൂഷൻ മേ ബി എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ. ഈ സാഗരത്തിലെ ഒരു തുള്ളിയായിരിക്കും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, ബട്ട് വിതൗട്ട് ദാറ്റ് ഓഷ്യൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. അതില്ലാതെ ഓഷ്യൻ കംപ്ലീറ്റ് ആവുന്നില്ല. അവർ പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് അതിഷ്ടം മദ്രസ, ഇഫ് യു ജഡ്ജ് എ മാൻ യു ക്യാൻ നെവർ ലവ് എ മാൻ. ഒരു മനുഷ്യൻ ജഡ്ജ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റില്ല. ഡിഫറൻസ്. നിങ്ങൾ അങ്ങനെ കഴിവുള്ള ജാൻസനാണ് ചിന്തിയല്ലത്, കയറി വരണം. എത്രയോ സ്ത്രീകൾ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തി, എത്രയോ അച്ചീവ്മെന്റ് ആയി മാറി. ഓരോ ഹിസ്റ്ററി, ഇൻസ്പയറിംഗ് ഹിസ്റ്ററീസ് ഉണ്ട്, ഒരുപാട് വായിക്കണം. എങ്ങനെ സീറോയിൽ നിന്നും തകർച്ചയിൽ നിന്നും വളർന്നു വന്ന ഒരുപാട് സ്ത്രീകൾ ലോകത്തിന്റെ നിറകിൽ നിന്നിട്ടില്ലേ? എത്രയോ സ്ത്രീകൾ കഥകൾ കേൾക്കും നമ്മള്. എന്റെ അതിനൊന്നും നിങ്ങൾക്കായ കുഴപ്പം? വാട്ട് ഈസ് റോങ് വിത്ത്? അതിന് ചിന്ത മാറണം, ഉയർന്നിരിക്കണം. റൈസ് ദ ക്വാളിറ്റി ഓഫ് എ തോട്ട്, യു ബിക്കം എ ഡിഫറെന്റ് പേഴ്സണാലിറ്റി. എന്റെ ഫൈനൽ മെസ്സേജ് ആണ്, ഹൂ ഈസ് എ ലീഡർ? ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ലീഡർ, ആരാണ് നയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 6th അമേരിക്കൻ പ്രസിഡന്റായ ജോൺ കിൻസി ആഡംസിന്റെ മനോഹരമായിട്ടുള്ള കൊട്ടേഷൻ ഉണ്ട്. അതിനൊക്കപ്പുറം ഞാൻ ഇന്നവരൊന്നും കണ്ടിട്ടില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. അദ്ദേഹം പറയാണ്, ഇഫ് യുവർ ആക്ഷൻസ് ഇൻസ്പയർ അതേഴ്സ്, നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നു. എന്തിന്? ടു ലേൺ മോർ, കൂടുതൽ പഠിക്കാൻ. ടു ഡ്രീം മോർ, കൂടുതൽ സ്വപ്നം കാണാൻ. ടു ഡു മോർ, കൂടുതൽ ചെയ്യാൻ. ആൻഡ് ടു ബിക്കം മോർ, കൂടുതൽ വളരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ then you are a leader. നമ്മൾ അങ്ങനത്തെ ലീഡർ ആവണം. നമ്മുടെ പ്രസൻസ് കൊണ്ട് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ വരണം, മറ്റുള്ളവർക്ക് പ്രതീക്ഷ വരണം, മറ്റുള്ളവർക്ക് വിശ്വാസം വരണം, മറ്റുള്ളവർക്ക് അവർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കണം. നിങ്ങൾ പറ്റില്ല എന്ന് പറയരുത്. കാരണം എന്താ? ഇമ്പോസിബിളിന് പോസിബിൾ ആക്കിയ ആൾക്കാരുടെ ചരിത്രമാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, താജ്മഹൽ എവിടെ പണിതത്? ആഗ്രയിലല്ല. ആദ്യം ഷാജഹാന്റെ ആഗ്രഹത്തിലാണ്. ശരിയല്ലേ? ശരിയല്ലേ? ഷാജഹാൻ ആഗ്രഹം വന്നപ്പോഴാണ് എന്ത് കണ്ടുമുട്ടിയത്, എന്തുണ്ടാക്കിയത്? താജ്മഹൽ. ആഗ്രഹമില്ലായിരുന്നുവെങ്കിൽ ആഗ്രയിൽ എന്തില്ല? താജ്മഹൽ ഇല്ല. അപ്പൊ ബിൽഗേറ്റ്സിനുള്ളിലാണ് എന്ത് വന്നത്? മൈക്രോസോഫ്റ്റ്. അമ്മയുടെ മനസ്സിലാണ് റിലയൻസ് വന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആ സ്വപ്നം ഉണ്ടല്ലോ അത് റിയാലിറ്റി ആവുന്നത്. മനസ്സിൽ സ്വപ്നം ഉണ്ടാവണം, സ്വപ്നത്തിലേക്ക് വളരണം. ഡ്രീം ഈസ് യുവർ ഡെസ്റ്റിനി. അതാണ് മാർട്ടിൻ ലൂഥർ ജൂനിയർ പറഞ്ഞത്, ഐ ഹാവ് എ ഡ്രീം. മഹാത്മാഗാന്ധി ഇന്ത്യ നയിക്കുന്നു. അപ്പൊ സായിപ്പുകളിലേക്ക് മിസ്റ്റർ ഗാന്ധി നടക്കില്ല. എന്ത്? അഹിംസ കൊണ്ട് ഒരു രാഷ്ട്രം സ്വതന്ത്രമാവുന്നത്. ഗാന്ധി ചോദിച്ചു, മിസ്റ്റർ നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു. സായിപ്പ് പറയാ സ്റ്റൈലില്, ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ആഹാ, എന്നിട്ട് ഒരു ഹിസ്റ്ററി ഇല്ല അഹിംസ കൊണ്ട് ഒരു രാജ്യം സ്വതന്ത്രമായെന്ന്. നിങ്ങൾ എന്ത് വിഡ്ഢിത്ത കളി ചോദിച്ചു. അവിടെയാണ് മഹാനായ മഹാത്മാഗാന്ധി പറയുന്നത്. അത് പോർബന്ദിൽ ജനിച്ചിട്ടുള്ള മോഹൻദാസ് അല്ല പറഞ്ഞത്. സൗത്ത് ആഫ്രിക്കയിൽ ഉദയം കൊണ്ട പുതിയ മനുഷ്യനായ മഹാത്മാഗാന്ധി പറയുന്നു, സായിപ്പ് യു ടീച്ച് ഹിസ്റ്ററി, ഐ ക്രിയേറ്റ് ഹിസ്റ്ററി. ഞാൻ ചരിത്രം ഉണ്ടാക്കാൻ ജനിച്ചവനാണെന്ന്. ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോൾ അമ്മ തലവസം വരുന്നു, അമ്മ കരയാണ്, കണ്ണുനീര് വരുന്നു. ഭഗത് സിംഗ് ചോദിച്ചു, അമ്മ എന്തിനാ കരയുന്നു? ഞാൻ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ പോണ സ്വാതന്ത്ര്യം, ജനനി ജന്മിപ്പിച്ച സ്വർഗാതപിക്കുന്ന യസ്സി, ഞാൻ അതിനു വേണ്ടിയല്ല നിൽക്കുന്ന അമ്മ. അമ്മ എന്തിനാ കരയുന്നത്? ഭഗത്, എനിക്ക് സങ്കടം വരും, ദുഃഖം വരുന്നു. എന്തിനമ്മേ എന്നെ ആശീർവദിക്കുക, ഇത് അപമാനമാണെന്ന് പറഞ്ഞു. അവിടെയാണ് അമ്മ പറയുന്നത്, ഭഗത് എന്റെ കണ്ണുനീര് നിന്റെ ഡെത്ത് ആലോചിച്ചിട്ടല്ല. പിന്നെ അമ്മ എന്തിനെ കരയുന്നത്? മോഹന്റെ വിഷമ മോനെ. ഭഗത് മൈ ഡിയർ സൺ, ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭഗത് സിംഗിനല്ലേ പ്രസവിച്ചോളൂ. നമ്മളാണെങ്കിൽ മോനെ വാട ഇറങ്ങി ഇവിടെ മാപ്പറയണ. അങ്ങനെയാണെങ്കിൽ ഭഗത് സിംഗ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള അമ്മമാര് ജനിച്ച ഇന്ത്യയിലെ സ്ത്രീകളാണ് നിങ്ങൾ. പുറകോട്ട് പോകും, സാഹചര്യങ്ങൾ പുറകോട്ട് വലിക്കും, ആൾക്കാർ കളിയാക്കും, നിങ്ങളെ പരിഹസിക്കും, അപവാദങ്ങൾ പറഞ്ഞു പെടുത്തും. അതൊന്നൊരു വിഷയമല്ല. എന്താ കാരണം? രജനികാന്ത് പറഞ്ഞ പോലെ നിർപ്പട ഫയർ ഓഫ് യുവർ ഡ്രീം
നെരുപ്പട്ട അപ്പൊ തിരിച്ചു വരും കബാലിയുടെ തിറുമ്പി വന്ന. ഞാനിങ്ങനെ സീറോ കയറി ഫുൾ സെറ്റപ്പിൽ നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞ ഡയലോഗെന്നറിയാം, ആയി മാഷ് ഞങ്ങൾക്ക് അന്നറിയാം മാഷ് ഒരു സംഭവമാവുന്നു. എന്താ ആക്സെപ്റ്റൻസ്. സ്കൂളിലെ ഒരു പരിപാടിക്ക് ഞാനാണ് ചീഫ് ഗസ്റ്റ്, അതുവരെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ചീഫ് ഗസ്റ്റ് ഞാൻ ചെന്നിറങ്ങുമ്പോൾ സ്കൂൾ പിള്ളേരുണ്ടല്ലോ ബാൻസിന്റെ അടിക്കുന്നു. ആ ടീച്ചർമാരെ അടിച്ചടി എനിക്ക് ഓർമ്മ വന്ന് ബാൻസ് എന്നെ സ്വീകരിക്കുന്ന ബാൻസിന്റെ പഴ അടിയില്ലേ. പിന്നെ പിള്ളേർ പൂടുന്നു, ആ വഴിയുടെ ഓടിയ പുല്ല് മുളച്ചിട്ടില്ല. അത് ഞാൻ സ്റ്റേജിലിരിക്കുമ്പോൾ എന്നെ കളിയാക്കിയ ടീച്ചർ റിട്ടയറാണ്. ആശംസ പ്രസംഗം പറഞ്ഞപ്പോഴേ അവിടെ കൈയടി, എൻ്റെ ഫ്രണ്ട്സൊക്കെ കൈയടിക്കായിരുന്നു. എഡിസൺ ഞങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു, നല്ല കണ്ണിലുണ്ണി തന്നെയായിരുന്നു ഞാൻ. ഒന്ന് ഇറങ്ങി തിരിക്കുക, ധീരരായിരിക്കണം. അതാ പറഞ്ഞ നെപ്പോളിയൻ പറഞ്ഞു, വിക്ടറി ബിലോങ്സ് ടു ദ ബ്രൈവ്. എനിക്കൊന്നേ പറയുള്ളൂ, ജീവിതം തമ്പുരാൻ ഒരു ജീവൻ തന്നിട്ടുണ്ട്. ഈ ദിവസത്തിന്റെ പ്രത്യേകം നിങ്ങൾക്കറിയാലോ. ഇനിയുള്ള ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം എന്താണ് ഈ ദിവസം. നിങ്ങൾക്ക് മറ്റേ ഹോളിഡേ ഓർമ്മ പറഞ്ഞല്ലേ, ഞാൻ ആലോചിക്കുന്നതല്ല. മൂത്ത മകൾക്ക് 9 പഠിക്കുമ്പോൾ ടൂറ് പിടിക്കുന്ന ഡേമതലെന്ന് ടൂർ. ഞാൻ ടൂറ് കൊടുക്കാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. 10ാം ക്ലാസ് പറയാൻ വീട്ടുകാരൻ പൈസ ഇല്ല. വീടിന് മുമ്പിട്ട് മറ്റേ ട്രിപ്പ് ബസ് പോവുക, നമ്മൾ ടാറ്റ പറയാൻ നിൽക്കുക. ടാറ്റന് പക്ഷെ നമ്മുടെ കളേഴ്സും പോകണ്ടില്ല, അതാണ് വിഷമമായി. കളേഴ്സ് മനസ്സിലായില്ലേ, അവരും പോകുമ്പോൾ സങ്കടം ഒക്കെ അറിയൂ. അന്നൊരു ആഗ്രഹം വലുതാകുമ്പോൾ ഒരുപാട് ട്രിപ്പ് പോകണമെന്ന്. അപ്പം എൻ്റെ മക്കളോട് പൊക്കണം, ആ ട്രിപ്പിന് ഫസ്റ്റ് പേര് കൊടുക്കണം. ഇവിടെ കൊടുത്തതിൻ്റെ പേര് കൊടുക്കണം. പപ്പ കുറച്ച് എക്സ്പെൻസീവാണ്. എന്താ കൂടെ എക്സ്പെൻസീവ് പൊക്കോളൂ. പക്ഷേ പപ്പ കുറച്ച് അവൻ താജ്മഹൽ അല്ല, പപ്പ കുറച്ചുകൂടി പാസ്പോർട്ട് വേണം. സിംഗപ്പൂരല്ല പപ്പ, അംബാളസാറല്ലേ. ദുബായ് അല്ല പപ്പ, പിന്നെ എവിടേക്ക് പോണേ? അമേരിക്കൻ ട്രിപ്പാന്ന്, നാസയ്ക്ക് പോണു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. നമുക്ക് മുമ്പിൽ നാസ്തിയില്ല. അത് ഞാൻ മാറിയതുകൊണ്ടല്ല അവർക്കത് കിട്ടിയത്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനത് ക്രൂസിൽ പോയി. ഇപ്പോൾ നമ്മുടെ കപ്പലിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, മുംബൈ വരെ ലക്ഷദ്വീപ്. അപ്പം എൻ്റെ ഇച്ചിരി മൂത്രം കൊണ്ടുപോകാൻ പറ്റിയില്ല, അവൾക്ക് എക്സാമാണ്. രണ്ടാമത് കുട്ടി വരുമ്പോഴേ അവൾ കപ്പൽ ആടവരെ ചാടി കളിക്കുക. അന്ന് തന്നെ ഫ്ലൈറ്റ് മടങ്ങി വരാം. നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ പറയാം. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, ലൈഫ് സ്റ്റൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെയാണ്? നിങ്ങൾ എയർപോർട്ടിൽ പോയ ഫ്ലൈറ്റിൽ പോയ ആൾക്കാരുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് അല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഭയങ്കര കംഫർട്ടല്ലേ. നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ സാധനം കിട്ടും. അവർ പറയും ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്. എവിടെ ഇരിക്കാനാണ്? അപ്പോൾ രണ്ടും യാത്ര തന്നെയല്ലേ. ഇവിടെ നിന്ന് ആരംഭിച്ച് അവിടേക്ക് എത്തിക്കൂടും. ഞാനതാ പറയുന്നത്. അവിടെയും കുറേ ആൾക്കാർ യാത്ര ചെയ്യുന്നില്ലേ. എന്താ അത് വളർത്തണം മനസ്സുണ്ടാവണം. ഞാൻ കളിയൊക്കെ പറയുന്നില്ല. നിങ്ങൾക്കൊരു സംഭവം അറിയോ, ഞങ്ങളുടെ നാട്ടിൽ സെമിക്കുണ്ടാകും. ഇത് കേൾക്കണം, നിങ്ങൾ കേൾക്കണം. ഇവനെ ഞങ്ങൾ പൈസ എടുത്ത് ദുബായിക്ക് വിട്ടു. 2 മാസം ദുബായിൽ വന്നു. ചോദിച്ചു ഇങ്ങനെ ഉണ്ടായിരുന്നോ? പറഞ്ഞ ഡയലോഗ് അറിയാം. ഓ പക്ഷേ ദുബായ് ഭയങ്കര. പിന്നെ ആ ഫ്ലൈറ്റിനെ മറക്കില്ല. എന്ത് മറക്കില്ല? ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോൾ സുന്ദരിയായ പെൺകുട്ടി അടുത്ത് വന്നു. പിന്നെ എയറോസ് പറയാറില്ല കേട്ടോ. എന്നിട്ട് എന്നെ പുഞ്ചിരിച്ചൊരു കാര്യം പറഞ്ഞു, മറക്കില്ല മാഷാവുള്ള. നീ പറയേ എന്തുണ്ടായത്? ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. എൻ്റെ ഭാര്യനെ വിളിക്കാൻ കാലമാടാന്നാണ്. അപ്പോൾ ഗുണ്ടയുടെ കൽബിലും ആഗ്രഹം ഉണ്ടോ നിങ്ങൾ? ഇത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ആ പോയിന്റ് നിർത്തുന്നില്ലേ, മേക്ക് അതേഴ്സ് ഫീൽ ഇമ്പോർട്ടൻറ്റ്. ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നറിയാം, എനിക്ക് വില തരുന്നുള്ളതാണ്. ഇഫ് യു റെസ്പെക്ട് അതേഴ്സ് ദേ വിൽ റെസ്പെക്ട് യു. ഇഫ് യു വാല്യൂ അതേഴ്സ് ദേ വിൽ വാല്യൂ യു. മക്കളെ സ്നേഹിച്ചാൽ മക്കൾ വീട്ടിലുണ്ടാവും. ഹസ്ബൻഡിനെ സ്നേഹിച്ചാൽ ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും. അറിവിനെ സ്നേഹിച്ചാൽ ബുക്സ് വീട്ടിലുണ്ടാവും. എന്തിനാണ് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത്? അത് നിങ്ങളുടെ കൂടിയുണ്ട്. ആരോഗ്യത്തിന് വാല്യൂ കൊടുത്ത എക്സസൈസ് ചെയ്യും, ശരിയല്ലേ? സോ നിങ്ങൾ എന്തിനാണ് വാല്യൂ? സമൂഹത്തിൽ നിങ്ങൾ ലീഡറാവുമ്പോൾ എന്തിന് വാല്യൂ ചെയ്യുന്നു? വാല്യൂസ് ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യത്വത്തിന് വാല്യൂ കൊടുത്താൽ നിങ്ങളുടെ മനുഷ്യരാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ വന്നെന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എൻ്റെ അക്കാഡമി തൃശ്ശൂരും അച്ചിങ്ങലുണ്ട്. രാമദാസിന്റെ പുറകിലാണ് ആംഗ്ലോ ഇന്റലിജൻസിയ. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പ്രസന്റേഷൻ പഠിക്കുന്നു, പേഴ്സണൽ പഠിപ്പിക്കുന്നു, ഓഫ്ലൈനും ഓൺലൈനും ഉണ്ട്. എൻ്റെ ടോക്കുകൾ ഇൻസ്റ്റയിലുണ്ട്, യൂട്യൂബിലുണ്ട്. എഡിസൺ ഫ്രാൻസിൽ അടിച്ച ഒരുപാട് കേൾക്കാം. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ മിഷൻ, വിഷൻ, പാഷൻ ഒന്നുള്ളൂ, മേക്ക് അതേഴ്സ് സക്സസ്ഫുൾ. മറ്റുള്ളവരെ വിജയിപ്പിച്ച് അതെന്റെ വിജയമായി കാണുന്ന ഒരു അധ്യാപന മനസ്സ് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് പേരെ വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു ജീവിതം മീനിങ് ഫുൾ ആക്കാനുള്ള, കളർഫുൾ തമ്പുരാൻ അനുഗ്രഹം മാത്രം പഠിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും കുടുംബശ്രീ ഒരു വലിയ പ്രസ്ഥാനമായി മാറാൻ ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ജയ് ഹിന്ദ്.